ഗുഡ് ഈവനിങ്. ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നമ്മുടെ തിയറി ഓഫ് റിലേറ്റിവിറ്റിയെ ബന്ധപ്പെട്ട് വരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. അവിടെ നമുക്ക് ലെങ്ത് കോൺട്രാക്ഷനും അതുപോലെ തന്നെ ടൈം ഡയലേഷനുമായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമുക്കിപ്പോൾ എക്സാമിനേഷന് ഉണ്ടാകുന്നത്. അപ്പോൾ അതുമായി റിലേറ്റ് ചെയ്ത ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു സെക്ഷനിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇത് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമുക്ക് ലെങ്ത് കോൺട്രാക്ഷനെ ബേസ് ചെയ്ത് വരുന്നത്. അപ്പോൾ ഇയാൾ സെൻഡ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ഞാൻ അത് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ഇത് ഞാൻ നല്ല സോൾവ് ചെയ്യുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് അപ്പോൾ അതാണ്. അപ്പോൾ ഈ ബേസിൽ ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് അവിടെ നമുക്ക് ചോദിക്കാം, എക്സാമിനേഷന് അവിടെ കാണും. ബേസിക്കലി ഇതാണ് നമ്മുടെ ലെങ്ത് കോൺട്രാക്ഷനുമായി ബന്ധപ്പെട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. കാരണം അവിടെ നമുക്ക് ലെങ്ത് ഡിറ്റർമിൻ ചെയ്യാനോ അല്ലെങ്കിൽ അതിന്റെ എത്ര ലെങ്ത് വേരി ചെയ്യുന്നു, അപ്പോൾ ഇത് കണ്ടുപിടിക്കാൻ നമുക്ക് അവിടെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവുന്നത്. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ നോക്കാം. A spaceship traveling at a speed of 0.8 c relative to an observer on the Earth. The spaceship has a proper length of 150 meter when it rests. First question, what is the length of the spaceship as measured from the Earth observer? Second question, if the spaceship were to travel at a 0.99 c, what will be the observer length? അപ്പോൾ നമുക്ക് രണ്ട് കാര്യങ്ങൾ അവിടെ ഒരേ സമയം എന്ത് ചെയ്യണം, അതിൽ നമുക്ക് ഡിറ്റർമിൻ ചെയ്യണം. അപ്പോൾ ഒന്നാമതായിട്ട് അവിടെ ചോദിച്ചിരിക്കുന്നത് പറയുന്നത് എന്താണ്? ഒന്നാമതായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് അബൌട്ട് ദ ലെങ്ത് ഓഫ് ദ സ്പേസ്ഷിപ്പ് ആസ് മെഷർഡ് ഫ്രം ദ എർത്തിൽ ഒബ്സർവർ. അപ്പോൾ എർത്തിൽ നിൽക്കുന്ന ഒരു ഒബ്സർവറിനെ സംബന്ധിച്ച്, ഓക്കെ, എർത്തിൽ ഒരു ഒബ്സർവർ നിൽപ്പുണ്ട്. അപ്പോൾ ഈ എർത്തിൽ നിൽക്കുന്ന ഒബ്സർവറിനെ സംബന്ധിച്ച് അവിടെ കാണുന്ന ആ ഒരു സ്പേസ്ഷിപ്പിന്റെ ലെങ്ത് എത്രയാണ്? സ്പേസ്ഷിപ്പ് എന്തായാലും മുകളിൽ കൂടിയേ പോകത്തുള്ളൂ. അപ്പോൾ സ്പേസ്ഷിപ്പിന്റെ ഓൾറെഡി പ്രോപ്പർ ലെങ്ത് നമുക്ക് ഇങ്ങനെ ഫിഗർ വരച്ച് നിങ്ങൾക്ക് നോക്കാം കേട്ടോ. അപ്പോൾ കുറച്ച് ഐഡിയ കിട്ടും. അപ്പോൾ നമുക്ക് ഇതിന്റെ ഒരു പ്രോപ്പർ ലെങ്ത്, ഇപ്പോൾ നമ്മൾ സ്പേസ്ഷിപ്പ് എന്ന് വെച്ചോളൂ, ഓക്കെ, സ്പേസ്ഷിപ്പ് ആണ് വെച്ചോളൂ. അപ്പോൾ സ്പേസ്ഷിപ്പിന്റെ പ്രോപ്പർ ലെങ്ത് എത്രയാണ്? സ്പേസ്ഷിപ്പിന്റെ പ്രോപ്പർ ലെങ്ത് എന്ന് പറഞ്ഞാൽ അവിടെ 150 മീറ്റർ ആണ്, അല്ലെങ്കിൽ 150 മീറ്റേഴ്സ് ആണ് എന്തെന്ന് പറയുന്നത് അവിടുത്തെ പ്രോപ്പർ ലെങ്ത് എന്ന് പറയുന്നത്. ഓക്കെ, 150 മീറ്റേഴ്സ് ആണ്. ഓക്കെ, അപ്പൊ എർത്തിൽ ഒരാൾ നിൽക്കുവാണ്. അപ്പൊ ഇതില് ഈ സ്പേസ്ഷിപ്പ് ട്രാവൽ ചെയ്യുന്ന സ്പീഡ് എത്രയാണ്? ഇവിടെ നിൽക്കുന്ന ആളെ വെച്ച് നോക്കുമ്പോൾ, ഈ എർത്തിൽ നിൽക്കുന്ന ആളെ വെച്ച് നോക്കുമ്പോൾ ഇത് ട്രാവൽ ചെയ്യുന്ന സ്പീഡ് എന്ന് പറയുന്നത് അവിടെ 0.8 c ആണ്. 0.8 c എന്ന് വെച്ചാൽ 0.8 ഇൻറ്റു നമ്മുടെ സ്പീഡ് ഓഫ് ലൈറ്റിന്റെ വാല്യൂ. ഓക്കെ, 3 ഇൻറ്റു 10⁻⁸. അത്രയും സ്പീഡിൽ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, അതവിടെ മൂവ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇതവിടെ റെസ്റ്റ് ചെയ്യുന്ന സമയത്താണ് 150 മീറ്ററിനുള്ളത്. അപ്പൊ നമുക്ക് ഫസ്റ്റ് കണ്ടുപിടിക്കേണ്ടത് വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് ദ സ്പേസ്ഷിപ്പ് ആസ് മെഷർഡ് ബൈ ദ എർത്ത് ഒബ്സർവർ. ഓക്കെ, അപ്പൊ എർത്തിലെ ഒബ്സർവർ നോക്കുന്ന സമയത്ത് ഇതിനുണ്ടാവുന്ന എത്രയാണ് അതിന്റെ ലെങ്ത്? ഓക്കെ, ലെങ്ത് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത് അവിടെ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നിട്ടുള്ള ഡാറ്റാസ് ഒക്കെ എടുത്ത് എഴുതുക. ഇത് ഡാറ്റാസ് ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? അപ്പോൾ നമുക്ക് എന്തൊക്കെ ഡാറ്റാസ് തന്നിട്ടുണ്ട്? നമുക്കിവിടെ ഉള്ളത് L0 വാല്യൂ ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്ന പ്രോബ്ലം അബൌട്ട് ദ ലെങ്ത് കോൺട്രാക്ഷൻ. ഓക്കെ, അപ്പോൾ L0 വാല്യൂ ഉണ്ട്. അത് നമുക്കറിയാം. ആക്ച്വൽ ലെങ്ത് അല്ലെങ്കിൽ പ്രോപ്പർ ലെങ്ത് നമ്മൾ L0 വിളിക്കുന്നത് എത്രയാണ്? 150 മീറ്റർ ആണ് എന്തെന്ന് പറയുന്നത് പ്രോപ്പർ ലെങ്ത് എന്ന് പറയുന്നത്. അതേസമയം ഇതിന്റെ വെലോസിറ്റി നമുക്ക് വേണം, ബിയുടെ വാല്യൂ വേണം. ബി സി ഈക്വൽ ടു എന്നാണ് 0.8 c ആണ് എന്റെ വെലോസിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, വെലോസിറ്റി ഓഫ് സ്പേസ്ഷിപ്പ്. അടുത്ത സി നമുക്കറിയാം, സ്പീഡ് ഓഫ് ലൈറ്റ് ആണ്. എന്നാൽ ഇങ്ങനെ എഴുതിക്കാം, എത്രയാണ്? 3 × 10⁻⁸ മീറ്റർ പെർ സെക്കൻഡ്സ് ആണ് സ്പീഡ് ഓഫ് ലൈറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യം നമുക്ക് ഓക്കെ ആണല്ലോ. നമുക്കിനി ഇക്വേഷൻ എടുക്കാം. ഇക്വേഷൻ എന്താണ്? ദാറ്റ് ഈസ് എൽ ഈസ് ഈക്വൽ ടു L0 റൂട്ട് ഓഫ് 1 മൈനസ് ബി സ്ക്വയർ ബൈ സി സ്ക്വയർ. ഓക്കെ, എന്താണ്? L is equal to റൂട്ട് ഓഫ് ബി സ്ക്വയർ ബൈ സി സ്ക്വയർ. ഓക്കെ, അപ്പൊ നമുക്ക് ലെങ്തിന്റെ ഇക്വേഷൻ നോക്കി വെച്ചിരിക്കാം. ലെങ്തിന്റെ ഇക്വേഷൻ എന്താണ് പറയുന്നത്? ലെങ്തിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് L is equal to L0. അപ്പൊ അതില് ഈ ആക്ച്വൽ ലെങ്തും പ്രോപ്പർ ലെങ്തും ഒക്കെ കറക്റ്റ് ആയിട്ട് എഴുതാനായിട്ട് അറിഞ്ഞിരിക്കാം, അല്ലെങ്കിൽ നമുക്ക് അതവിടെ മിസ്റ്റേക്ക് പറ്റും. ഓക്കെ, അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യണം? ആ ഒരു ആക്ച്വൽ ലെങ്തും പ്രോപ്പർ ലെങ്ത് കറക്റ്റ് ആയിട്ട് പഠിച്ചിരിക്കണം. ഓക്കെ, അപ്പൊ അതിലൊരു മിസ്റ്റേക്ക് വരുത്തില്ല. ലെങ്തിൽ എടുക്കുന്ന സമയത്ത് ശ്രദ്ധിച്ച് നോക്കി എടുക്കണം. ഓക്കെ, അപ്പൊ അവിടെ നമുക്ക് ആ ഒരു വാല്യൂ നമ്മൾ എടുത്തു. ഇതിപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇതിൽ ഇക്വേഷനിൽ നമുക്ക് കൊടുക്കാമല്ലോ. നമ്മൾ കൊടുത്തു. ഇക്വേഷൻ എന്ത് ചെയ്യുക? വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. വേറെ മാറ്റമൊന്നുമില്ല, നോർമൽ വാല്യൂസ് തന്നെയാണ്, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന വാല്യൂസ് തന്നെയാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം എന്ത് ചെയ്യുന്നു. ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എത്ര ആൻസർ വരും? നമുക്ക് ഓർഡിനറി സബ്സ്റ്റിറ്റ്യൂട്ട് നോക്കാം. ഒന്നുകൂടി സിംപ്ലിഫൈ ചെയ്ത് നോക്കാം കേട്ടോ. ഈ ക്വസ്റ്റ്യൻസ് ഞാൻ വാട്സപ്പിൽ സെൻഡ് ചെയ്തിട്ടുണ്ട്. ഒന്നുകൂടി ഇത് നോക്കുക. ഞാൻ എൻ്റെ ക്ലാസ്സിൽ ഇപ്പോൾ തന്നെ അപ്ലോഡ് ചെയ്തിരിക്കും. അപ്പോൾ അതിൽ ആൻസേഴ്സ് ഇത് തന്നതുമായിട്ട് റിലേറ്റ് ചെയ്ത് നോക്കുക. ചിലപ്പോൾ കാൽക്കുലേഷൻ എന്തെങ്കിലും ഇത് ഉണ്ടോയെങ്കിലാണ് നോക്കാൻ പറഞ്ഞു. ഒന്നുകൂടി ഇക്വേഷൻ ഓക്കെയാണ്. ഓക്കെ, അപ്പോൾ നമ്മളവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ദാറ്റ് ഇസ് ഈക്വൽ ടു എല്ലിന്റെ വാല്യൂ 150 ആണ്. 150 റൂട്ട് ഓഫ് 1 മൈനസ്, ഇവിടെ നമ്മൾ 0.8 സി സ്ക്വയർ ഡിവൈഡ് ബൈ സി സ്ക്വയർ എന്ന് കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ സി സ്ക്വയറും ക്യാൻസൽ ആവും. പിന്നെ 1 മൈനസ് 0.8 മാത്രമേ വരത്തുള്ളൂ. ഓക്കെ,
1 മൈനസ് 0.8 അതായത് 0.8 സ്ക്വയർ ഉണ്ട് 0.8 സ്ക്വയർ സി സ്ക്വയർ ആണ്. ഓക്കെ, അപ്പോൾ പിന്നെ ആ വാല്യൂ മാത്രമേ നമുക്ക് കുറയ്ക്കേണ്ടതായിട്ട് വരുള്ളൂ. ദാറ്റ് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ആൻസർ വന്നിട്ട് 150 ഇൻറ്റു 0.6 എന്നാണ് വരുന്നത് കേട്ടോ. ഒന്നുകൂടെ ചെക്ക് ചെയ്ത് നോക്കുക ആൻസർ കറക്റ്റ് ആണോ എന്നുള്ള കാര്യം. ഇറ്റ്സ് ഈക്വൽ ടു 90 മീറ്റർ എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ എർത്തിൽ നിൽക്കുന്ന ആള് ഈ ലെങ്ത് എത്രയേ കാണുന്നുള്ളൂ? 150 മീറ്റർ ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ലെങ്ത് ഉള്ള ഒരു സ്പേസ് ഷിപ്പിനെ നമ്മുടെ ഇവിടെ നിൽക്കുന്ന ആൾ എത്രയായിട്ടേ കാണുന്നുള്ളൂ? നമ്മുടെ എർത്തിൽ നിൽക്കുന്ന ഒബ്സർവർ അവിടെ സീയിങ് ഓൺലി ആസ് 90 മീറ്റർ. ഓക്കെ, 90 മീറ്റർ ആണ് ഇത് കാണുന്നത്. അപ്പോൾ ഇദ്ദേഹം നോക്കുന്ന സമയത്താണ് ഇത് 0.8 സിയിൽ എന്ത് ചെയ്യുന്നത്? അവിടെ മൂവ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു നമുക്ക് ഒന്നിനെ വെച്ച് റിലേറ്റ് ചെയ്ത് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? സ്പീഡ് അവിടെ പറയാൻ പറ്റുള്ളൂ. ഓക്കെ, വിത്ത് റെസ്പെക്ട് ടു ആരെങ്കിലും ഒരാൾ സ്റ്റേഷനിൽ നിന്ന് കഴിഞ്ഞാൽ ആ സ്റ്റേഷനറി ആയിട്ട് നിൽക്കുന്ന അതിനെ വിത്ത് റെസ്പെക്ട് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ? അവിടുത്തെ സ്പീഡ് നമുക്ക് പറയാൻ പറ്റൂ. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ സ്പീഡ് പറഞ്ഞ സമയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചു കാണും. ദാറ്റ് ഈസ് സ്പേസ് ഷിപ്പ് ഈസ് ട്രാവലിംഗ് അറ്റ് എ സ്പീഡ് ഓഫ് 0.8 സി റിലേറ്റഡ് ടു ആൻ ഒബ്സർവർ ഓൺ ദ എർത്ത്. ഓക്കെ, അപ്പോൾ ആ ഒബ്സർവറിനെ സംബന്ധിച്ചാണ് എന്ത് ചെയ്ത് 0.8 സിയിൽ അത് മൂവ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അത്രയും സ്പീഡിൽ പോയ സമയത്ത് തന്നെ നമുക്ക് അവിടെ എന്ത് കിട്ടി? 90 മീറ്റർ ആണ് അതിന്റെ ലെങ്ത് ആയിട്ട് കിട്ടിയത്. അപ്പോൾ ലെങ്ത് എന്ത് ചെയ്തു? അവിടെ കോൺട്രാക്ഷൻ വന്നു. ഓക്കെ, അപ്പോൾ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. സെക്കൻഡ് ക്വസ്റ്റ്യൻ ബി ആണ്. ഇഫ് ദ സ്പേസ് ഷിപ്പ് were to travel at 0.99 c, what would be the observed length? അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യനിൽ എന്താണ് വേരിയേഷൻ വരുന്നത്? ഇവിടുത്തെ ക്വസ്റ്റ്യനിൽ വേരിയേഷൻ എന്ന് പറഞ്ഞ വേറെ ഒന്നുമില്ല. ജസ്റ്റ് ആ 0.8 എന്ന് കൊടുത്ത സ്ഥാനത്ത് എന്ത് മാത്രമേ കൊടുക്കുക? ബി സെക്ഷൻ എന്താണ്? നമ്മൾ 0.8 കൊടുത്തെടുത്ത് 0.99 സി എന്നവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ആ ഒരു വ്യത്യാസം മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ? അവിടെ നമുക്ക് വരുന്നുള്ളൂ. ഓക്കെ, അപ്പൊ അതിൽ ആ വാല്യൂസ് കൊടുക്കുക. വാല്യൂസ് കൊടുത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് സിംപ്ലിഫൈ ചെയ്ത് നമുക്ക് എന്ത് കിട്ടും? ആൻസേഴ്സ് കിട്ടും. സോ എൽ ഇസ് ഈക്വൽ ടു 150 ഇൻറ്റു റൂട്ട് ഓഫ് 1 മൈനസ് വി സ്ക്വയറിന് പകരം 0.99 സ്ക്വയർ സി സ്ക്വയർ ഡിവൈഡ് ബൈ സി സ്ക്വയർ വരും. സോ അവിടെ സി സിയും ക്യാൻസൽ ആയി പോകും. ബാക്കി നമുക്കിവിടെ കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് ദാറ്റ്സ് ഈക്വൽ ടു ഇവിടെ നമുക്ക് വരുന്നത് ഒരു 21.15 മീറ്റർ കിട്ടണം കേട്ടോ. അപ്പൊ ഇതില് ഒരു ഇത് ചോദിക്കാം. ഓക്കെ, അതായത് അനാലിസിസ് എന്നോ അല്ലെങ്കിൽ ഇന്റർപ്രെറ്റ് എന്നോ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ചിലപ്പോൾ ചോദിക്കും. അത് ചില സമയത്ത് അങ്ങനെ ചോദിക്കാറുണ്ട്. ദാറ്റ് മീൻസ് അങ്ങനെ വേറൊന്നുമില്ല. ഇപ്പൊ രണ്ട് സ്പീഡ് നമ്മൾ കണ്ടു. ഓക്കെ, രണ്ട് സ്പീഡ് നമ്മളവിടെ കണ്ടു. അപ്പൊ രണ്ട് സ്പീഡ് നമ്മൾ നോക്കിയ സമയത്ത് നമുക്ക് അവിടെ എന്താണ് കണ്ടത്? അതായത് നമുക്ക് ഫസ്റ്റ് കേസിൽ 0.8 മാത്രമായിരുന്നു സ്പീഡ്. സെക്കൻഡ് കേസ് ആയപ്പോൾ സ്പീഡ് നമ്മളവിടെ ഇൻക്രീസ് ചെയ്തു. അപ്പൊ സ്പീഡ് കൂടുന്ന അനുസരിച്ചിട്ട് അവിടെ ലെങ്ത് കുറഞ്ഞു വരുന്നു കണ്ടോ? ആ ഒരു മനസ്സിലായ കാര്യം. ഫസ്റ്റ് എ പാർട്ടിൽ 0.8 മാത്രമായിരുന്നു സ്പീഡ്. അതേസമയം ബി പാർട്ട് എത്തിയ സമയത്ത് സ്പീഡ് എന്ത് ചെയ്തു? 0.9 ആയി. ഏകദേശം 1 സിയോട് അപ്രോക്സിമേറ്റ് ആയിട്ട് വരുന്ന സ്പീഡാണ്. അപ്പോൾ അവിടെ 150 മീറ്റർ ഉണ്ടായിരുന്ന ഒരു കാര്യം താഴെ നിൽക്കുന്ന ആൾക്ക് എത്ര മാത്രമേ തോന്നുന്നുള്ളൂ? 21.15 സെന്റിമീറ്റർ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ? അവിടെ ഫീൽ ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഇതാണ് നമ്മുടെ ലെങ്ത് കോൺട്രാക്ടിന്റെ കോൺസിക്വൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അല്ലെങ്കിൽ ലെങ്ത് കോൺട്രാക്ഷന്റെ എഫക്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ ചോദിക്കുവാണെങ്കിൽ നമ്മൾ ഇത് അവിടെ കറക്റ്റ് ആയിട്ട് ഇങ്ങനെ എന്ത് ചെയ്യണം? ഇവിടെ എഴുതണം. ഓക്കെ, അപ്പോൾ തിരിച്ചും ചോദിക്കാം ക്വസ്റ്റ്യൻസ്. അതായത് ഇപ്പോൾ ഒരു സ്റ്റോറി പോലെ പറയാണ്, ഒരു ഒബ്ജക്റ്റ് 0.8 സി സ്പീഡിൽ മൂവ് ചെയ്യുന്നു. അപ്പൊ ഇങ്ങനെ മൂവ് ചെയ്ത ആ ഒരു ഒബ്ജക്റ്റ് താഴെ നിന്ന് നോക്കിയ ആൾക്ക് ഇത്ര ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ഇത്ര സെന്റിമീറ്റർ അല്ലെങ്കിൽ ഒരു 30 സെന്റിമീറ്റർ സ്കെയില് നമ്മുടെ സ്പേസിൽ കൂടി നമ്മൾ കൊണ്ടുപോവാണ്. പോകുന്ന സമയത്ത് താഴെ നിന്ന് നോക്കിയ ആൾക്ക് അത് 15 സെന്റിമീറ്റർ മാത്രമായിട്ട് തോന്നിയുള്ളൂ. അപ്പോൾ വാട്ട് ഈസ് ദ റീസൺ? ഓക്കെ, എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു? അപ്പൊ എന്താണ് ഫിനോമിന? ലെങ്ത് കോൺട്രാക്ഷൻ. ഓക്കെ, മനസ്സിലായോ? അപ്പൊ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാം? ഇവിടെ ചോദിക്കാം. അപ്പൊ ആ രണ്ട് ടൈപ്പ് അല്ലെങ്കിൽ രണ്ട് നല്ല ഡിഫറെന്റ് ടൈപ്സ് ഉണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യണം? ഒന്ന് മനസ്സിലാക്കി വെച്ചിരിക്കണം. എങ്ങനെ പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇതിൽ ആദ്യം അറിഞ്ഞിരിക്കേണ്ട ആ സ്പീഡ് എടുക്കുന്ന വെലോസിറ്റി എടുക്കുന്ന കാര്യമാണ്. ഓക്കെ, അപ്പൊ ഇതാണ് ഒരു ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രോബ്ലം ഇതാണ്. പിന്നെ ഞാൻ ഇപ്പോൾ പറഞ്ഞ ആ ഒരു ടൈപ്പിലും ക്വസ്റ്റ്യൻസ് ചോദിക്കാം. എന്താണ് ഫിനോമിന എന്ന രീതിയിൽ. ഓക്കെ, അത് നിങ്ങൾക്ക് ഫിനോമിന അറിയാമോ എന്ന് അറിയാൻ വേണ്ടിയുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അങ്ങനെ ട്രിക്കി ക്വസ്റ്റ്യൻസ് അതുപോലത്തെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഇതൊരു മോഡൽ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി ഒരു 4 ക്വസ്റ്റ്യൻസ് ഇവിടെ നോക്കാം ഇതുമായി ബന്ധപ്പെട്ട്. ഓക്കെ, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമ്മളിവിടെ നോക്കുന്നത്. അപ്പോൾ അതിൽ ഡിഫറെന്റ് ലെവൽസിലുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും ഡിസ്കസ് ചെയ്യാം എങ്ങനെയാണെന്ന രീതിയിൽ. അപ്പോൾ നമുക്ക് പരീക്ഷയ്ക്ക് ഏത് രീതിയിൽ വന്നാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവിടെ അത് എഴുതാനായിട്ട് പറ്റും. അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പ്രോബ്ലം നമ്പർ 1 ആണ്. എ ട്രെയിൻ ഇൻ എ ടണൽ. ഓക്കെ, എ ട്രെയിൻ ഈസ് മൂവിംഗ് അറ്റ് 0.9 c and has a proper length of 200 meter. A tunnel has a proper length of 180 meter. Question: what is the length of the train as measured by an observer standing beside the tunnel? Okay, അതായത് ഇപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്?
ഒരു ട്രെയിൻ അവിടെ നമ്മുടെ ടണലിൽ കൂടി പാസ് ചെയ്ത് പോകുന്നുണ്ട്. ഓക്കെ. അപ്പൊ അത് പോകുന്ന സമയത്ത് അതിന്റെ പ്രോപ്പർ ലെങ്ത് എന്ന് പറയുന്നത് എത്രയാണ്? പ്രോപ്പർ ലെങ്ത് എന്ന് പറയുന്നത് അവിടെ 200 മീറ്റർ ആണ്. ഓക്കെ. അപ്പോൾ നമ്മുടെ ഒരു ട്രെയിൻ പോകുന്നുണ്ട്. ഓക്കെ. നമ്മുടെ ട്രെയിൻസ് പോകുന്നുണ്ട്. ഇങ്ങനെ ട്രെയിൻ ബോഗിയായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഈ പോകുന്ന ട്രെയിനിന്റെ പ്രോപ്പർ ലെങ്ത്, ഓക്കെ, ടോട്ടൽ ലെങ്ത് എത്രയാണ്? ടോട്ടൽ ലെങ്ത് അവിടെ 200 മീറ്റർ ആണ്. 200 മീറ്റർ ആണ് ലെങ്ത്. അതേസമയം അതിനൊരു ടണലിൽ കൂടിയാണ് പോവേണ്ടത്. ആ ടണലിന്റെ പ്രോപ്പർ ലെങ്ത് എന്ന് പറയുന്നത് 180 മീറ്റർ ആണ്. ഓക്കെ. ടണലിന്റെ ആക്ച്വൽ ലെങ്ത് എത്രയാണ്? 180 മീറ്റർ. 180 മീറ്റർ. അപ്പൊ ക്വസ്റ്റ്യൻ ഫസ്റ്റ് ചോദിക്കുന്നത്, വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് ദ ട്രെയിൻ ആസ് മെഷർഡ് ബൈ ആൻ ഒബ്സർവർ സ്റ്റാൻഡിംഗ് ബിസൈഡ് ദ ടണൽ? അപ്പൊ അതൊന്ന് ചിന്തിച്ച് നോക്കി. ഇപ്പൊ നമുക്ക് സ്പേസ് ക്രാഫ്റ്റ് ഒന്നും ഇല്ല, ട്രെയിൻ ആണ്. അപ്പൊ ട്രെയിനിൽ ടണലിന്റെ സൈഡിൽ ഒരാൾ നിൽപ്പുണ്ട്, ഈ ട്രെയിൻ പോകുന്നത് വാച്ച് ചെയ്തുകൊണ്ട്. അപ്പൊ ട്രെയിൻ പോകുന്ന സ്പീഡ് എന്ന് പറയുന്നത് 0.9c സ്പീഡിലാണ് പോകുന്നത്. ഓക്കെ. 0.9c എന്ന സ്പീഡിലാണ് ട്രെയിൻ പോകുന്നത്. അപ്പൊ ഈ പോകുന്ന ട്രെയിനിൽ ഒരാൾ സൈഡിൽ നിന്ന് നോക്കുക. അപ്പോൾ ട്രെയിൻ ഇങ്ങനെ ഫാസ്റ്റ് മൂവ് ചെയ്ത് പോകുമ്പോൾ ആ നിൽക്കുന്ന ആൾ എന്താണ്? അവിടുത്തെ ഒബ്സർവറാ. ഓക്കെ. സൈഡിൽ ടണലിന്റെ സൈഡിൽ നിൽക്കുന്ന ആൾ ആരാണ്? അയാൾ അവിടുത്തെ ഒബ്സർവർ ആണ്. അപ്പോൾ ഒബ്സർവർ എന്ത് ചെയ്യുന്നു? ഇവിടെ ഈ സൈഡിൽ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇദ്ദേഹം നോക്കുന്ന സമയത്ത് ഇതിലുണ്ടാവുന്ന ട്രെയിനിന്റെ ലെങ്ത് എത്രയാണ്? ഓക്കെ. അതിന്റെ സൈഡിൽ നിൽക്കുന്ന ആൾക്ക് ഉണ്ടാവുന്ന ലെങ്ത് എത്രയാണെന്നാണ് ചോദിക്കുന്നത്. അപ്പൊ അവിടുത്തെ ലെങ്ത് എത്ര പറയാം? നമുക്ക് നേരത്തെ പറഞ്ഞ അതേ ഇക്വേഷൻ തന്നെ. ഇക്വേഷനിലൊന്നും മാറ്റമില്ല. പക്ഷെ അവിടെ നിങ്ങൾ ഏതൊക്കെ എടുക്കുന്നു എന്ന കാര്യങ്ങൾ നോക്കിയാണ്. അപ്പൊ നമുക്ക് ഇവിടെ ലെങ്തിൽ ആരെ വേണം? ലെങ്ത് നമുക്കിവിടെ ട്രെയിനിന്റെ ലെങ്ത് മതി. കാരണം L is equal to L0 root of 1 minus v square by c square. ഓക്കെ. അപ്പൊ നമുക്ക് എന്ത് മാത്രം മതി? L0 വാല്യൂ വേണം. അപ്പൊ L0 ആരുടെ ആക്ച്വൽ ലെങ്ത് ആണ്? ട്രെയിനിന്റെ ആണ്. ഓക്കെ. ട്രെയിനിന്റെ ആക്ച്വൽ ലെങ്ത്. So this we are getting L is equal to L0 ക്ക് പകരം അവിടെ 200 മീറ്റർ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. റൂട്ട് ഓഫ് 1 മൈനസ് ബി സ്ക്വയർ മീൻസ് അവിടെ നമുക്ക് 0.9 സി സ്ക്വയർ ബൈ സി സ്ക്വയർ വരും. നമുക്ക് 0.9 സ്ക്വയറിന് മാത്രമേ വരത്തുള്ളൂ. ഓക്കെ. 9 സ്ക്വയർ. അപ്പൊ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ കിട്ടുന്ന റിസൾട്ട് എന്ന് പറയുന്നത് ദാറ്റ് ഇസ് ഈക്വൽ ടു 87 മീറ്റർ എന്ന് വരും. ഓക്കെ. അപ്പൊ ഇതാണ് എന്തെന്ന് പറയുന്നത് അവിടുത്തെ ആ ഒരു ലെങ്ത്, കോൺട്രാക്ട് ലെങ്ത്. ഇപ്പൊ 200 മീറ്റർ ഉള്ളത് ഇപ്പൊ എത്രയായിട്ട് മാറി? 87 മീറ്റർ ആയിട്ട് മാറി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, ബി പാർട്ട്. ബി പാർട്ട് നമുക്ക് എന്താ വേണ്ടത്? ബി പാർട്ട് അവിടെ വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് ദ ടണൽ ആസ് മെഷർഡ് ബൈ ദ പാസഞ്ചർ. അപ്പൊ ഇതില് നമ്മൾ ട്രെയിനിൽ ഇരുന്നുകൊണ്ട് ഒരാൾ നോക്കുക. ഓക്കെ. ഇപ്പൊ ട്രെയിനിൽ ഒരാൾ ഇരുന്നിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഈ ടണലിനെ അവിടെ ഒബ്സർവ് ചെയ്യുന്നു. അപ്പൊ നമ്മുടെ ട്രെയിനിനകത്ത് ഇപ്പോൾ ഒരാൾ ഇരിപ്പുണ്ട്. അപ്പൊ അദ്ദേഹം അവിടെ ഇരുന്നിട്ട് എന്ത് ചെയ്യുകയാണ്? ഇവിടെ ഇരുന്നുകൊണ്ട് നമ്മുടെ ടണലിനെ ഒബ്സർവ് ചെയ്യുകയാണ്. അപ്പൊ ടണലിനെ ഒബ്സർവ് ചെയ്യുമ്പോൾ ഇയാളെ സംബന്ധിച്ച് അയാൾ ആ ട്രെയിനുമായിട്ട് എന്താണ്? റെസ്റ്റിലാണ്. ഓക്കെ. ട്രെയിനുമായിട്ട് റെസ്റ്റിലാണ്. അപ്പൊ നമ്മൾ ബസ്സിലേക്ക് പോകുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ബസ്സിൽ മൂവ് ചെയ്ത് പോകണമെങ്കിലും നമ്മളൊന്നിങ്ങനെ നോക്കുന്ന സമയം നമുക്ക് ചെയ്യുന്നത് എന്താണ്? നമ്മുടെ സൈഡിൽ ഇരിക്കുന്ന ബിൽഡിങ്സും മരങ്ങളും എല്ലാം ബാക്കിലോട്ട് പോകുന്നു എന്നതാണ്. ഓക്കെ. അതല്ല നമ്മൾ ചിന്തിക്കുന്നത്. നമ്മൾ ബസ്സിന്റെ വിൻഡോ സീറ്റിലൊക്കെ നോക്കുമ്പോൾ നമ്മൾ റെസ്റ്റിലും ബാക്കി നമ്മളൊന്നിങ്ങനെ ഒന്ന് ചിന്തിച്ച് നോക്കി കഴിഞ്ഞാൽ നമ്മൾ റെസ്റ്റിലും ബാക്കി സൈഡ് വൈസിലിരിക്കുന്ന മരങ്ങളും ബിൽഡിങ്സും ഒക്കെ എന്ത് ചെയ്യുന്നു? ബാക്കിലോട്ട് ഇങ്ങനെ മൂവ് ചെയ്യുന്നു. അപ്പൊ അവിടുത്തെ ഒബ്സർവർ ആരാണ്? ഒബ്സർവർ ട്രെയിൻ അകത്തിരിക്കുന്ന ആളാണ്. ഓക്കെ. അതേസമയം അവിടെ മൂവ് ചെയ്യുന്ന ആരാണ്? മൂവ് ചെയ്യുന്നത് അവിടുത്തെ ആ ഒരു ടണലാണ്. പക്ഷേ ഇത് മൂവ് ചെയ്യുന്ന സമയത്തും ട്രെയിനിന്റെ സ്പീഡ് 0.9 സി ആണെങ്കിൽ, ഓക്കെ, ട്രെയിനിന്റെ സ്പീഡ് അവിടെ 0.9 ആണെങ്കിൽ അതേ സ്പീഡ് തന്നെയാണ് ആർക്കും കിട്ടുന്നത്? ഈ ടണലിനും കിട്ടുന്നത്. മനസ്സിലായോ? ഇപ്പൊ നമ്മളെ ബസ് നല്ല സ്പീഡിൽ പോകുന്നു. ഒരു 60 കിലോമീറ്റർ അവറിൽ സ്പീഡിൽ പോവുകയാണെങ്കിൽ അപ്പൊ നമ്മളവിടെ വിൻഡോ സീറ്റിൽ നോക്കുമ്പോൾ നമുക്ക് നമ്മളെ തന്നെ റെസ്റ്റിംഗ് ആയി തോന്നും. ഓക്കെ. നമ്മൾ റെസ്റ്റിലും തോന്നും. പക്ഷേ അതേസമയം ഈ സൈഡിൽ കൂടി പോകുന്ന മരങ്ങളും ബിൽഡിങ്സും ഇതെല്ലാം എന്തിൽ പോകുന്നു? ഏകദേശം ഈ 60 കിലോമീറ്റർ പെർ സ്പീഡിൽ പോകാൻ തോന്നത്തില്ലേ? അപ്പൊ അതേ എഫക്റ്റ് ആണ് ട്രെയിനിൽ പോകുന്ന സമയത്ത് നമുക്ക് അവിടെ ഫീൽ ചെയ്തത്. സോ ട്രെയിനിൽ പോകുന്ന സമയത്ത് നമുക്കിവിടെ എന്ത് ഫീൽ ചെയ്യുന്നുണ്ട്? ടണൽ ബാക്കിലോട്ട് പോകുന്നതാണ് നമ്മളവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ ടണലിന്റെ ലെങ്തിൽ എന്ത് ചെയ്യാം? വേരിയേഷൻ വരാം. ഓക്കെ. ടണലിന്റെ ലെങ്തിൽ അവിടെ വേരിയേഷൻ വരാം. അപ്പൊ അതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പൊ അവിടുത്തെ പ്രോപ്പർ ലെങ്ത് എന്തിനെടുക്കും? ഇപ്പോൾ L0 വാല്യൂ ആണ് നമുക്ക് ഇവിടെ മാറ്റുന്നത്. വേറൊന്നും മാറ്റമില്ല. L0 വാല്യൂ L0 ഈസ് ഈക്വൽ ടു എത്ര വരും? അതവിടെ നമുക്ക് വന്നിട്ട് ഇതിന്റെ ലെങ്ത് വരും. ഓക്കെ. ടണലിന്റെ പ്രോപ്പർ ലെങ്ത് വരും. അതാണ് 180 മീറ്റർ എന്ന് പറയുന്നത്. ഓക്കെ. എത്ര വരുന്നു? 180 മീറ്റർ. സോ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. L is equal to 1 minus 0.9 സ്ക്വയർ വരും. ഓക്കെ. ഇതിന്റെ വാല്യൂ നിയർലി ഈക്വൽ ടു 78.3 എന്നാണ് കിട്ടുന്നത്. ഓക്കെ. 78.3 മീറ്റർ. മനസ്സിലായോ? അപ്പൊ ഇതാണ് എന്തെന്ന് പറയുന്നത് ആ ഒരു ട്രെയിനിനെ കുറിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ. ഓക്കെ. അപ്പോൾ ട്രെയിനിലും മൂവ്സ് അപ്പൊ ഇവിടെ ഇപ്പോൾ നമ്മൾ 2 കേസ് കൺസിഡർ ചെയ്തു. ആ സെക്കൻഡ് കേസിന് പ്രത്യേകതയുണ്ട്. കാരണം അതവിടെ നമ്മൾ ആ മൂവ്മെന്റ് അല്ലെങ്കിൽ
അതിനകത്തിരിക്കുന്ന ആളുടെ മൂവ്മെന്റ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്ത് ഡിസ്കസ് ചെയ്തത്. ഓക്കെ, അവിടെ ഓൾറെഡി ഇപ്പോഴും നമ്മുടെ ടണൽ അവിടെ ഫിക്സ്ഡ് ആണ്. പക്ഷെ അതേസമയം ഇപ്പൊ മൂവ് ചെയ്ത ആരാണ്? അവിടെ മൂവ് ചെയ്തത് നമ്മുടെ ട്രെയിൻ തന്നെയാണ്. പക്ഷെ അവിടുത്തെ ഒബ്സർവർ മാറുന്നതനുസരിച്ച്, അതാണ് നമ്മൾ മോഷൻ റിലേറ്റീവ് എന്ന് പറയുന്നത്. ഒബ്സർവർ മാറുന്നതനുസരിച്ചിട്ട് ആരാണ് മൂവ് ചെയ്തത് എന്ത് ചെയ്യും, അവിടെ മാറും. അപ്പൊ നമ്മൾ കോമൺ സെൻസ് വെച്ച് നോക്കുമ്പോൾ നമുക്ക് അവിടെ പറയാം ട്രെയിൻ ആണ് മൂവ് ചെയ്യുന്നത്. പക്ഷെ ഒബ്സർവർ ട്രെയിൻ അകത്തായി കഴിഞ്ഞാലോ, ഒരു മൂവ് ചെയ്ത ബോഡിക്കകത്താണ് ഒബ്സർവർ ഇരിക്കുന്നെങ്കിൽ എന്ത് സംഭവിക്കും? അങ്ങനെ ഒരു സമയത്ത് അവിടെ എന്താണ് ഇതാവുന്നത്, മൂവ്മെന്റ്. അവിടെ സ്റ്റേഷനറി നിൽക്കുന്ന ആളാണ് അവിടെ മൂവബിൾ ആയിട്ട് മാറുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനത്തെ ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Question number 2. Okay, that is okay. Question number 2. That is a high proton moves at a 0.995 C in a laboratory in its own frame. The proton has a diameter of 2 femtometer. Okay, femtometer. What is the observed diameter in the laboratory frame? Okay. If the proton were moving at 0.5, what will be the observed diameter? അപ്പൊ ഇതെന്ന് പറയുമ്പോൾ ഒരു ഹൈ എനർജി ഫോട്ടോൺ അല്ല, പ്രോട്ടോൺ എന്ത് ചെയ്യുന്നു, ഒരു 0.99 C എന്ന് പറയുന്ന സ്പീഡിൽ ലബോറട്ടറിയിൽ ഉണ്ട്. ഓക്കെ, ലബോറട്ടറിയിൽ മൂവ് ചെയ്യുവാണ്. അപ്പൊ അതിന്റെ ഫ്രെയിമിൽ അതിന്റെ ഡയമീറ്റർ എന്ന് പറയുമ്പോൾ, ഓക്കെ, അതായത് ഇപ്പോൾ ഒരു പ്രോട്ടോൺ നമുക്ക് വരയ്ക്കാം ഇവിടെ വേണമെങ്കിൽ. ഓക്കെ, ഒരു പ്രോട്ടോൺ ഉണ്ട്, നമ്മൾ പ്രോട്ടോൺ. അപ്പോൾ പ്രോട്ടോൺ ഇതിനകത്തിരുന്നുകൊണ്ട് പ്രോട്ടോൺ തന്നെ നോക്കുന്ന സമയത്ത്, ഓക്കെ, പ്രോട്ടോൺ തന്നെ നോക്കുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു, ആ പ്രോട്ടോണിന്റെ ഡയമീറ്റർ അതിന് ഫീൽ ചെയ്യുന്ന എത്രയാണ്? ഡയമീറ്റർ എന്ന് പറയുന്നത് അതിനൊരു 2 ഫെംറ്റോമീറ്റർ. ഓക്കെ, 2 ഫെംറ്റോമീറ്റർ ഡയമീറ്റർ ഉണ്ടെന്നാണ് എന്ത് ചെയ്യുന്നത്, അതവിടെ പറയുന്നത്. ഓക്കെ, ഫെംറ്റോമീറ്ററിന് മീറ്ററിലോട്ട് മാറ്റണമെന്നില്ല. കാരണം ഇപ്പോൾ ജസ്റ്റ് നമുക്ക് ലാസ്റ്റ് ആൻസറും അതിൽ കൊണ്ടുവന്നാൽ മതി. ഫെംറ്റോമീറ്റർ അല്ലെങ്കിൽ നമുക്ക് വലിയ നമ്പേഴ്സ് ആയിപ്പോൾ. സോ ഫെംറ്റോമീറ്ററിൽ ഇപ്പോൾ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയുന്നില്ല, നിങ്ങൾക്ക് ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് ചിലപ്പോഴേ ചോദിക്കത്തുള്ളൂ. ഞാനിപ്പോൾ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, അപ്പോൾ അത് ഫെംറ്റോമീറ്റർ തന്നെ ഇട്ടിരിക്കാം. ഓക്കെ, മീറ്ററിലോട്ട് മാറ്റണം എന്നിവിടെ ഇല്ല. ഓക്കെ, ബട്ട് എക്സാമ്പിൾ ആണെങ്കിൽ ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് ചോദിക്കും കേട്ടോ. ഇതുപോലത്തെ ക്വസ്റ്റ്യൻസും ചോദിക്കും. കാരണം ഇതിപ്പോ പാർട്ടിക്കിൾസിനെ കുറിച്ച് പറയുന്നതേ ഉള്ളൂ. പാർട്ടിക്കിൾസ് ആയിട്ട് യാതൊരു ബന്ധവുമില്ല. നമ്മുടെ ഈ ഒരു പ്രിൻസിപ്പിളുമായിട്ടും നമ്മൾ എവിടത്തെ ഒബ്സർവേഴ്സ് എടുക്കുന്നു, അപ്പോൾ ഏത് രീതിയിലും ക്വസ്റ്റ്യൻസ് ചോദിക്കാം. എവിടത്തെ ഒബ്സർവേഴ്സിനെ എടുക്കുന്നു എന്ന് മാത്രമേ അതിൽ നമുക്ക് കാര്യം വരുന്നുള്ളൂ. ഓക്കെ, നമുക്ക് അതിന്റെ ആൻസർ മാത്രം ഇവിടെ കിട്ടിയാൽ മതി. നമുക്ക് പാർട്ടിക്കിളുമായിട്ട് അതിനകത്ത് യാതൊരു ബന്ധവും നമുക്ക് ഇവിടെ വരുന്നില്ല. ഓക്കെ, അപ്പൊ നമ്മുടെ പ്രോട്ടോൺ അതിന് തന്നെ സ്വന്തമായിട്ട് അതിന് പറയുന്നത് എത്ര ഡയമീറ്റർ ഉണ്ടെന്നാ, അതിന്റെ ഡയമീറ്റർ എന്ന് വെച്ചാൽ അത് പറയുന്നത് 2 ഫെന്റോമീറ്റർ ആണ് അതിന്റെ ഡയമീറ്റർ. അപ്പൊ അതില് ഇത് ഇനി ലബോറട്ടറി ഫ്രെയിമിൽ, അപ്പൊ പുറത്ത് നിന്ന് ഒരാൾ നോക്കുക. ഓക്കെ, പ്രോട്ടോൺ അപ്പൊ സ്വന്തമായിട്ട് പറഞ്ഞു എനിക്ക് 0.2 ഡയമീറ്റർ ഉണ്ടെന്ന് പറഞ്ഞു. അതേസമയം ഇനി പുറത്ത് ആരുണ്ട്? ലബോറട്ടറിയിൽ ആൾക്കാരുണ്ട്. അപ്പൊ ലബോറട്ടറിയിലുള്ള ആൾക്കാർ നോക്കുവാണ്. ഓക്കെ, ഒബ്സർവ് ചെയ്യാണ് ഇനി എത്ര ഡയമീറ്റർ ഉണ്ട്. ഓക്കെ, അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഇതിനെ സംബന്ധിച്ച് ഇത് എന്ത് ചെയ്യും, ഇത് വെറുതെ എടുത്ത് ഇരിക്കുവല്ല, ഇത് മൂവ് ചെയ്യുക. ഓക്കെ, ഇത് മൂവ് ചെയ്യുന്ന വെലോസിറ്റി എത്രയാണ്? ഇറ്റ്സ് മൂവിംഗ് വിത്ത് വെലോസിറ്റി 0.995 C. ഓക്കെ, 0.995 C എന്ന സ്പീഡിൽ ഇതവിടെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ അങ്ങനെ മൂവ് ചെയ്തെങ്കിൽ ഇതിന്റെ വേരിയേഷൻ എത്രയാണ്, ലെങ്ത് എത്ര കോൺട്രാക്ട് ചെയ്യപ്പെടും. ഓക്കെ, ഇപ്പൊ കാര്യം പിടികിട്ടിയോ? പ്രോട്ടോണിന്റെ വെലോസിറ്റി പറയുന്നത് 0.995 C ആണ്. അതിന്റെ ഇറ്റ്സ് ഓൺ ഡയമീറ്റർ, അതിന്റെ ഫ്രെയിമിൽ നിന്ന് നോക്കുന്ന സമയത്ത് അതിന്റെ ഡയമീറ്റർ 2 ഫെന്റോമീറ്റർ ആണ്. പുറത്ത് നോക്കുന്ന ആൾക്കിന്റെ ഡയമീറ്റർ എത്രയായിട്ട് തോന്നും? ഓക്കെ, അപ്പൊ നമുക്ക് നമ്മുടെ ഇക്വേഷൻ കൊടുക്കാം. L is equal to L0 root of 1 minus V square. V square വരെ അവിടെ 0.995 സ്ക്വയർ വരും. ഓക്കെ, C സ്ക്വയർ ക്യാൻസൽ ആയി പോകും, അത് മാത്രം. L0 നമുക്ക് ഇവിടെ എത്രയാണ് വരുന്നത്? L0 നമുക്ക് വന്നിട്ട് 2 ഫെന്റോമീറ്റർ ആണ്. ഓക്കെ, 2 ഫെന്റോമീറ്റർ. ദാറ്റ് ഈസ് ഈക്വൽ ടു, ഓക്കെ, സിംപ്ലിഫൈ ചെയ്യുക. സബ്സ്റ്റിറ്റ്യൂട്ട് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് അവിടെ ഏകദേശം 0.1997 ഫെന്റോമീറ്റർ കിട്ടും. ഓക്കെ, മനസ്സിലായോ? അപ്പൊ സ്വന്തമായിട്ട് 0.2 ഡയമീറ്റർ ഉണ്ടെന്ന് പറഞ്ഞെങ്കിലും പുറത്തുനിന്ന് നോക്കുന്ന ഞങ്ങൾക്ക് എത്രയേ കാണാൻ പറ്റുള്ളൂ? 0.1 മാത്രമേ അവിടെ കാണാനായിട്ട് സാധിക്കുന്നുള്ളൂ. മനസ്സിലായ ക്വസ്റ്റ്യൻ? ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ ലബോറട്ടറി ഫ്രെയിമിന്റെ കേസിൽ വരുന്നത്. ഓക്കെ, ലബോറട്ടറി ഫ്രെയിമിന്റെ കേസിൽ അവിടുത്തെ റിസൾട്ട്. ഇഫ് ദ പ്രോട്ടോൺ വെയർ മൂവിങ് അറ്റ് 0.5 C. ഓക്കെ, അപ്പൊ അടുത്ത സ്റ്റെപ്പിൽ എന്ത് ചെയ്യണം? ജസ്റ്റ് വിയുടെ വാല്യൂ മാറ്റുക. ഓക്കെ, വേറെ ഒന്നും ചെയ്യണ്ട. ഇത് എ പാർട്ട് ആണ്. ബി പാർട്ട് ചെയ്യാൻ വേണ്ടി ക്വസ്റ്റ്യൻ കറക്റ്റ് സെയിം തന്നെയാണ്. എന്ത് മാത്രം ചെയ്താൽ മതി? ജസ്റ്റ് അവിടെ ബി പാർട്ടിൽ വെലോസിറ്റി വാല്യൂ മാറ്റുക. ഓക്കെ, ബി പാർട്ട് ദാറ്റ് ഇസ് വെലോസിറ്റി v is equal to 0.5 C. ഓക്കെ, 0.5 C എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ L is equal to L0 root of 1 minus 0.5
സ്ക്വയർ. ഓക്കെ, ഇവിടെ സിയും ക്യാൻസൽ ആവും എന്ന് വെച്ചിട്ട് ഒരിക്കലും സി എഴുതാതിരിക്കില്ല ഇക്വേഷനിൽ. ഇക്വേഷനിൽ കറക്റ്റ് അവിടെ സി വേണം. കാരണം ചില സമയത്ത് ഇവിടെ വെലോസിറ്റി തരുമ്പോൾ സിയുടെ ടേംസ് തരണമെന്നില്ല. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുക, അവിടെ സിയുടെ ടേംസ് അവിടെ എഴുതി തന്നെ ശീലിച്ചിരിക്കണം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ആ ഒരു ക്വസ്റ്റ്യൻ. ഇതിന്റെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ റിസൾട്ട് ഏതാണ്, നമുക്കൊരു 1 പോയിന്റ് സംതിങ് വരും. ഓക്കെ, 1.73. ഓക്കെ, അപ്പോൾ നമുക്ക് നേരത്തെ ഞാൻ പറഞ്ഞ കാര്യം ഇവിടെ പറയാം. ഓക്കെ, അതിന്റെ ആ ഒരു സ്പീഡ് കമ്പാരിസൺ, സ്പീഡ് വേരി ചെയ്യുന്നതനുസരിച്ചിട്ട്, അതിന്റെ സ്പീഡ് കൂടുന്നതനുസരിച്ചിട്ട് എന്ത് ചെയ്യുന്നു, ലെങ്ത് അവിടെ ഒരുപാട് കുറയുന്നുണ്ട്. ഓക്കെ, സ്പീഡ് കൂടുന്നതനുസരിച്ചിട്ട് അവിടെ ലെങ്ത് ഒരുപാട് ഡിഫറൻസ് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ സെക്കൻഡ് ക്വസ്റ്റ്യൻ. ഓക്കെ, അബൌട്ട് എന്താ നമ്മുടെ ലെങ്ത് കോൺട്രാക്ഷനുമായിട്ട് റിലേറ്റ് ചെയ്ത് വന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക, തേർഡ് ക്വസ്റ്റ്യൻ. ഓക്കെ, നമുക്ക് നോക്കാം മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. A spaceship is traveling to a star 10 years away at 0.6 C. ഓക്കെ, ഒരു സ്പേസ്ഷിപ്പ് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു സ്റ്റാറിനെ ലക്ഷ്യം വെച്ച് സഞ്ചരിക്കുകയാണ്. പക്ഷേ സ്റ്റാറിന്റെ ദൂരം നമുക്കറിയാലോ, നമ്മുടെ സെലസ്റ്റിയൽ ബോഡീസിന്റെ ഡിസ്റ്റൻസ് നമ്മൾ ലൈറ്റ് ഇയറിന്റെ ടേംസിലാണ് പറയുന്നത്. ഓക്കെ, നമുക്ക് സാധനം മീറ്റർ എന്ന് വെച്ച് അളക്കാൻ പറ്റത്തില്ല, അതുകൊണ്ട് നമ്മൾ സെവറൽ ലൈറ്റ് ഇയേഴ്സ് ആണ് ഇത് അവിടെ പറയുന്നത്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ആ ഒരു സ്പേസ്ഷിപ്പിനെ സംബന്ധിച്ച് അതിന്റെ ഡിസ്റ്റൻസ്, അല്ലെങ്കിൽ സോറി, ആ സ്പേസ്ഷിപ്പിന് സഞ്ചരിക്കേണ്ട ദൂരം എന്ന് പറയുന്നത് എത്രയാണ്, 10 ലൈറ്റ് ഇയേഴ്സ് എന്ത് ചെയ്യണം, അവിടെ പോകണം. ഓക്കെ, 10 ലൈറ്റ് ഇയേഴ്സ്. അപ്പൊ അതാണ് അതിന്റെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് ആൻസേഴ്സ് ലൈറ്റ് ഇയേഴ്സ് തന്നെ കിട്ടും, അങ്ങനെ എഴുതിയാൽ മതി. ഓക്കെ, ആൻസറും ലൈറ്റ് ഇയേഴ്സ് തന്നെ കിട്ടും, അതെന്ത് ചെയ്യുക, ആൻസർ അതുപോലെ എഴുതുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ഡിസ്റ്റൻസ് ടു ദ സ്റ്റാർ ഇൻ ദ സ്പേസ് ഷിപ്പ് ഫ്രെയിം. ഓക്കെ, അത് സ്പേസ് ഷിപ്പിന്റെ ഫ്രെയിമിൽ നോക്കുമ്പോൾ, ഓക്കെ, സ്പേസ് ഷിപ്പിന്റെ ഫ്രെയിമിൽ നോക്കുമ്പോൾ ഇവിടെ ഉണ്ടാകുന്ന ഡിസ്റ്റൻസ് എത്രയാണ്. ഓക്കെ, അതാണ് ചോദിക്കുന്നത്. അപ്പൊ ഇവിടുത്തെ ആക്ച്വൽ, അതായത് ഇപ്പോൾ സ്പേസ് ഷിപ്പ് പോകുന്നു. ഓക്കെ, ഒരു സ്പേസ് ഷിപ്പ് ഇങ്ങനെ ഇവിടെ നിന്ന് പോവുകയാണ്. ഓക്കെ, അപ്പൊ ഈ പോകുന്ന സ്പേസ് ഷിപ്പിനെ സംബന്ധിച്ച് ഒരു റോക്കറ്റ് ഇങ്ങനെ പോവാം. അപ്പൊ ഈ പോകുന്ന സ്പേസ് ഷിപ്പിന് എന്ത് ചെയ്യണം, ഇത്രയും ദൂരം അവിടെ സഞ്ചരിക്കണം. ഓക്കെ, എത്ര ദൂരം സഞ്ചരിക്കണം, അതവിടെ 10 ലൈറ്റ് ഇയേഴ്സ് സഞ്ചരിക്കണം. ഓക്കെ, ലൈറ്റ് ഇയേഴ്സ്. പക്ഷെ ഇതിന്റെ സ്പീഡ് ഉണ്ട്, ഇതിന്റെ സ്പീഡ് എത്രയാണ്, 0.6 C ആണ്. ഓക്കെ, 0.6 C. അപ്പൊ അവിടെ നോക്കുക, ഇത് നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു ഡൗട്ട് തോന്നാം, കാരണം ഡിസ്റ്റൻസ് ടു ദ സ്റ്റാർ ഇൻ ദ സ്പേസ് ഷിപ്പ് ഫ്രെയിമാണ് ചോദിക്കുന്നത്. അപ്പൊ അതില് സ്പേസ് ഷിപ്പിനകത്ത് ഇരുന്നിട്ട് നോക്കുന്നതാണ്. സ്പേസ് ഷിപ്പിനകത്ത് സ്പേസ് ഷിപ്പിനകത്തല്ല ഒബ്സർവ് ചെയ്യുന്നത്. സ്പേസ് ഷിപ്പിനകത്ത് ഇരുന്ന് നമ്മൾ നേരത്തെ ടണലിന്റെ കേസ് നോക്കിയതുപോലെ പുറത്തോട്ടാണ് ഒബ്സർവ് ചെയ്യുന്നത്. കാരണം ഈ ലെങ്ത് എന്ന് വെച്ചാൽ പുറത്താണ് കാണുന്നത്, മനസ്സിലായോ. നമുക്ക് പോവേണ്ട ദൂരം തന്നെയാണ്, എന്നിരുന്നാലും നമ്മൾ സ്പേസ് ഷിപ്പിനകത്തിരുന്നുകൊണ്ട് ഒരാൾ പുറത്തോട്ടാണ് എന്ത് ചെയ്യുന്നത്, ആ ലെങ്ത് ഒബ്സർവ് ചെയ്യുന്നത്. ഓക്കെ, നമുക്കിപ്പോ എത്ര ഡിസ്റ്റൻസ് പോകണമെന്ന് നമുക്ക് വണ്ടിക്കകത്തിരുന്നോണ്ട് നമുക്ക് നോക്കാൻ പറ്റില്ലല്ലോ. നമ്മൾ എന്ത്, കാരണം അതിന് പുറത്തല്ലേ നോക്കുന്നത്, എത്ര ദൂരം ഉണ്ട്, ഇനി എത്ര ദൂരം ഉണ്ടെന്ന കാര്യം നമ്മൾ അങ്ങനെ ചിന്തിക്കും. അല്ലെങ്കിൽ ഇത്ര ഡിസ്റ്റൻസ് കവർ ചെയ്ത് നമ്മൾ അങ്ങനെയല്ലേ പറയുന്നത്. ഓക്കെ, കാറിനകത്തോടെ വേറെ ഡിസ്പ്ലേസ്മെന്റ് ഒന്നും ഇല്ല. അപ്പൊ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് എന്ത് വരും, ഇവിടെ എത്ര ദൂരം പോകണം എന്നുള്ളത് എന്ത് ചെയ്യുന്നുണ്ട്, ഇതിനകത്തിരുന്നുകൊണ്ട് പുറത്തോട്ടാണ് എന്ത് ചെയ്യുന്നത്, ഒബ്സർവ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യണം, ഇവിടെ ഇത്രയും ദൂരം അതിനെ സഞ്ചരിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇതിന്റെ സ്പീഡ് അവിടെ 0.6 ഓൾറെഡി ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് നേരത്തെ ഇക്വേഷൻ തന്നെ കൊടുക്കാൻ പറ്റും. ദാറ്റ് ഈസ് L is equal to L0 root of 1 minus v square by c square. Okay, L is equal to L is equal to L0 root of 1 minus v square by c square എന്ന് കിട്ടും. സോ നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷൻസ് കൊടുക്കാം, ബാക്കിയുള്ള വാല്യൂസും കൊടുക്കാം. L0 വാല്യൂ 10 ആണ്. ഓക്കെ, കാരണം ഇതിന്റെ ആക്ച്വൽ ലെങ്ത്. ഓക്കെ, അപ്പോൾ ഡിസ്റ്റൻസ് എന്ന് കേട്ടാലും അത് എന്തേലും എടുക്കുക, ലെങ്ത് ആയിട്ട് തന്നെ കൺസിഡർ ചെയ്യുക. ഓക്കെ, ഡിസ്റ്റൻസ് എന്ന് കേട്ടാലും അത് ലെങ്ത് ആയിട്ട് കൺസിഡർ ചെയ്യണം. ഓക്കെ, ഇപ്പൊ ചിലപ്പോ എന്താ ബ്രെഡ് വിഡ്ത്തിനെ കുറിച്ച് പറയും. ഓക്കെ, വിഡ്ത്ത് ഇപ്പൊ നമുക്ക് റോഡ് ഉണ്ട്, ആ റോഡിന്റെ വിഡ്ത്ത് ഇപ്പോൾ 1 മീറ്റർ ആണ്, അത് ഇവിടെ നിൽക്കുന്ന സമയത്ത് കാണും. ഓക്കെ, അങ്ങനെ ക്വസ്റ്റ്യൻസ് ചോദിക്കും. അപ്പൊ ആ സമയത്ത് ആ വിഡ്ത്ത് എന്ത് ചെയ്യാം, അവിടുത്തെ ലെങ്ത് ആയിട്ട് എടുക്കുക. ഓക്കെ, അപ്പോൾ 10 ലൈറ്റ് ഇയേഴ്സ് ആണ്. സോ 10 റൂട്ട് ഓഫ് 1 മൈനസ് ബി സ്ക്വയർ ബൈ സി സ്ക്വയർ. ഓക്കെ, ബി സ്ക്വയർ ബൈ സി സ്ക്വയർ ചെയ്യുമ്പോൾ 0.6 സ്ക്വയർ എന്ന് വരും. ഓക്കെ, 0.6 സ്ക്വയർ. ദാറ്റ് ഈസ് ഈക്വൽ ടു ആൻസർ വന്നിട്ട് ഏകദേശം നമുക്കൊരു 10 ഇൻറ്റു 0.8 വരും കേട്ടോ. 10 ഇൻറ്റു 0.8 വരും, നിയർലി ഈക്വൽ ടു 8 ലൈറ്റ് ഇയേഴ്സ് കിട്ടും. ഓക്കെ, ലൈറ്റ് ഇയേഴ്സ്, മനസ്സിലായല്ലോ. അപ്പോൾ ഇതാണ് അവിടുത്തെ എന്താ പറയുന്നത്, കോൺട്രാക്റ്റഡ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും സ്പീഡിൽ പോകുമ്പോൾ അവർക്ക് എന്ത് തോന്നുള്ളൂ, 10 ലൈറ്റ് ഇയേഴ്സ് ഇല്ല, അവിടെ 8 ലൈറ്റ് ഇയേഴ്സേ ഉള്ളൂ എന്ന് അവിടെ ഫീൽ ചെയ്യും. ഓക്കെ, ഇനി അടുത്ത് വേറെന്ന് വെച്ചാൽ വേറൊന്നുമില്ല, നേരത്തെ പോലെ തന്നെ ഒന്ന് സമയം മാറ്റി.
ഓക്കെ, അല്ലെങ്കിൽ സമയമല്ല, സ്പീഡ് മാറ്റി. ഓക്കെ, 0.993 എന്ന സ്പീഡിലോട്ട് മാറി. അപ്പൊ ആ സമയത്ത് ഉണ്ടാവുന്ന ഡിസ്റ്റൻസ്. ഈ 0.993 എന്ന് പറയുമ്പോൾ ഏകദേശം നമ്മുടെ സ്പീഡ് ഓഫ് ലൈറ്റ് അപ്രോക്സിമേറ്റ് ആണ് കേട്ടോ. കാരണം ഇവിടെ ഇപ്പോൾ 0.6, 0.9 കഴിഞ്ഞ അടുത്ത് 1 ആണ്. അപ്പോൾ 1c മീൻസ് c തന്നെയാണ്. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്തു, കറക്റ്റ് ആയിട്ട് ആ ഒരു റൂട്ട് 1 എന്ന് വരും. ഓക്കെ, റൂട്ട് ഇപ്പോൾ നമുക്ക് 0.9 ഉണ്ട്. സോ ഈ സമയത്ത് 0.14 എന്ന് വരും. ഓക്കെ, അപ്പോൾ നമുക്ക് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നേരത്തെ അത് ഇക്വേഷൻ തന്നെ കൊടുക്കുക. ആൻസർ നമുക്ക് അവിടെ ഏകദേശം വരുന്നത്, ഞാൻ എല്ലിന്റെ കാര്യം മാത്രം എടുക്കുന്നു. എൽ ഇസ് ഈക്വൽ ടു 1.41 ലൈറ്റ് ഇയേഴ്സ് എന്ന് പറയും. ഓക്കെ, അപ്പോൾ 10 ഉണ്ടായിരുന്നത് ഏകദേശം 0.99 അടുപ്പിച്ചെത്തിയപ്പോൾ അത് 1 ലൈറ്റ് ഇയേഴ്സ് ആയിട്ട് മാറി. ഓക്കെ, അപ്പോൾ അത്രത്തോളം ലെങ്ത് എന്ത് ചെയ്യുന്നു, അവിടെ കോൺട്രാക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ലെങ്ത് എത്രത്തോളം അവിടെ ചുരുങ്ങുന്നത് എന്താണ് ഈ ഒരു ഇതിൽ പറയുന്നത്. മനസ്സിലായോ? ഓക്കെ, അപ്പോൾ അതാണ് ആ ഒരു ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സിമ്പിൾ ആണ്. വേറൊന്നുമില്ല, ഒറ്റ ഇതേ ഉള്ളൂ. ഓക്കെ, എന്താണ്, എല്ലാ വാല്യൂസും അവിടെ തന്നിട്ടുണ്ട്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഒരു റോഡിന്റെ ലെങ്ത് 5 മീറ്റർ ആണ്. ഓക്കെ, നോർമലി ഒരു 5 മീറ്റർ, ഇത് നമ്മൾ സാധാരണ ആദ്യം പഠിപ്പിക്കുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. കാരണം റോഡിന്റെ എക്സാമ്പിൾ വെച്ചിട്ടാണ് ഫസ്റ്റ് എക്സാമ്പിൾ കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ റോഡിന്റെ ടോട്ടൽ ലെങ്ത് ആണ് പറയുന്നത്. എത്രയുണ്ട്, റോഡിന്റെ ടോട്ടൽ ലെങ്ത് വന്നിട്ട് നമുക്ക് അവിടെ 5 മീറ്റർ ആണ്. ഓക്കെ, 5 മീറ്റർ വിച്ച് ഈസ് മൂവിങ് പാരലൽ ടു ഇറ്റ്സ് ലെങ്ത് 0.75 c. ഓക്കെ, അതിന്റെ വെലോസിറ്റി വന്നിട്ട് ഈ ഡയറക്ഷനിൽ 0.75. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഇപ്പൊ ഈ 5 മീറ്റർ ലോങ് ഉണ്ടല്ലോ, ഈ 5 മീറ്റർ ലോങ് ഇവിടെ പാരലൽ എന്നൊരു വാക്ക് യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് നമ്മളിപ്പോ പാരലൽ ആയിട്ട് പോകുന്ന സമയത്താണ് ഈ ഒരു ലെങ്ത് കോൺട്രാക്ട് ചെയ്തായിട്ട് തോന്നുന്നത്. അതേസമയം നമ്മുടെ ഈ റോഡ് ഇത് ഇങ്ങനെയാണ് പോകുന്നതെങ്കിൽ, ഓക്കെ, ഞാൻ വേറെ റോഡ് വരച്ചു തരാം. അപ്പൊ അവിടെ ആ ഒരു നമ്മുടെ റോഡ് ഈ ഡയറക്ഷനിലാണ് ഇങ്ങനെ പോകുന്നതെങ്കിൽ ഇതിന്റെ 5 മീറ്റർ എന്ന് പറയുന്ന ലെങ്ത് ഒരിക്കലും കോൺട്രാക്ട് ചെയ്യത്തില്ല. ഓക്കെ, 5 മീറ്റർ എന്ന ലെങ്ത് എന്ത് ചെയ്യും, 5 മീറ്റർ ആയിട്ട് തന്നെ അവിടെ നിൽക്കും. കാരണം ഈ ഡയറക്ഷനിലാണ് മൂവ് ചെയ്യുന്നത്. അപ്പൊ ഏത് ഡയറക്ഷനിലാണോ മൂവ് ചെയ്യുന്നത്, ആ മൂവ് ചെയ്യുന്ന ഡയറക്ഷൻ അലോങ് ആയിട്ട് അവിടെ ലെങ്ത് കോൺട്രാക്ട് ചെയ്യുള്ളൂ. അപ്പൊ ഇങ്ങനെ മൂവ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ, ഓക്കെ, പെർപെൻഡിക്കുലർ ടു ഈസ് ലെങ്തിലാണ് മൂവ് ചെയ്യുന്നത്. ഓക്കെ, ഇതിപ്പോ പാരലൽ ടു ദ ലെങ്ത് ആണ്. അതേസമയം പെർപെൻഡിക്കുലർ ടു ദ ലെങ്തിലാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ ദർ ബി നോ കോൺട്രാക്ഷൻ. ഓക്കെ, കോൺട്രാക്ഷൻ എവിടെ മാത്രമേ വരത്തുള്ളൂ, നമുക്ക് ഇവിടെ എന്തെങ്കിലും വിട്ടിന്റെ വല്ല വാല്യൂ തന്നിട്ടുണ്ടെങ്കിൽ അവിടെ മാത്രമേ. ഇപ്പൊ ഇതൊരു 1 എന്ന് ഇടുക, 1 മീറ്റർ ഇടുക. അപ്പൊ അവിടെ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, ഒരു ചേഞ്ച് വരത്തുള്ളൂ. ഓക്കെ, അപ്പൊ അങ്ങനെ ഇപ്പൊ ഒരു റെക്ടാങ്കുലർ ലാമിന് തന്നിട്ടുണ്ട്. റെക്ടാങ്കുലർ ലാമിന് നമുക്ക് തരുന്നു. അതിനുശേഷം ആ റെക്ടാങ്കിൾ തന്നതിന് ശേഷം അവിടെ അതിന്റെ ലെങ്ത് കോൺട്രാക്ഷൻ ഒടിക്കാൻ പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഇപ്പോൾ ലെങ്ത്തും ബ്രെഡ്ത്തും ഒക്കെ തന്നിരിക്കും. ഓക്കെ, ഈ ഒരു വിഡ്ത്തും തിക്നെസ്സോടെ തന്നിരിക്കും. അപ്പൊ ഇവിടെ ഇപ്പോൾ ഒരു 5 മീറ്റർ ഒക്കെ ആണെങ്കിൽ ഇതിൽ യാതൊരു വ്യത്യാസവും വരത്തില്ല. ഇതിൽ മാത്രം ഇപ്പൊ ഇതൊരു 2 മീറ്റർ ഉണ്ടെങ്കിൽ ഇങ്ങനെ മൂവ് ചെയ്യുന്ന പറഞ്ഞാൽ നമ്മൾ ഈ വാല്യൂ മാത്രം എടുത്താൽ മതി. ഇവിടെ ഇതാ ഇങ്ങനെ നിൽക്കും. ഓക്കെ, അവിടെ ഒരു ചുരുങ്ങത്തില്ല, അല്ലെങ്കിൽ ടോപ്പ് ടു ബോട്ടം ഒരിക്കലും അത് കംപ്രസ് ചെയ്യത്തില്ല. ഓക്കെ, ആ ഈ ഒരു ലെങ്ത് വൈസ് അല്ലെങ്കിൽ മൂവ് ചെയ്യുന്ന ഡയറക്ഷൻ വൈസ് മാത്രമേ ആ ചേഞ്ച് അവിടെ വരത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതിനെ നമ്മൾ എന്ത് പറയുന്നത്, ആ ലെങ്ത് കോൺട്രാക്ഷൻ ആണ്. അപ്പോൾ ഒബ്സർവ് റെസ്റ്റിലേക്ക് ഒബ്സർവ് വെച്ച് നോക്കുമ്പോൾ നമ്മുടെ നേരത്തെ അതേ ഇക്വേഷൻ തന്നെ എൽ ഇക്വേഷൻ കൊടുക്കുക. ഇതിന്റെ ആൻസർ ഏകദേശം ഒരു 3.31 മീറ്റർ വരും. ഓക്കെ, 3.31. സെക്കൻഡ് ക്വസ്റ്റ്യൻ ഇല്ല, ഒറ്റ ക്വസ്റ്റ്യൻ മാത്രമേ അവിടെ ചോദിച്ചിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ആയിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ ടൈം ഡയലേഷനുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ തൊട്ട് മുൻപേ നമ്മുടെ ലെങ്ത് കോൺട്രാക്ഷനുമായിട്ട് ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഇത് നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ്, നമ്മുടെ ടൈം ഡയലേഷനുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത് അവിടെ സോൾവ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ നമ്മുടെ ടൈം ഡയലേഷന്റെ ഇക്വേഷൻസ് ഓർമ്മ ഉണ്ടായിരിക്കുമല്ലോ. ടൈം ഡയലേഷൻ ഇക്വേഷൻ ടി ഈസ് ഈക്വൽ ടു T0 ഡിവൈഡ് ബൈ റൂട്ട് ഓഫ് 1 മൈനസ് സി സ്ക്വയർ ബി സ്ക്വയർ ബൈ സി സ്ക്വയർ. ഓക്കെ, അപ്പോൾ നമ്മുടെ ടൈം ഡയലേഷന്റെ ഇക്വേഷൻ that is t is equal to t0 divided by root of 1 minus v square by c square. Okay. Okay. അപ്പോൾ നമ്മുടെ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ ടൈം ഡയലേഷൻ ഇക്വേഷൻ പഠിച്ചു. ടി ഈക്വൽ T0 ഡിവൈഡ് ബൈ റൂട്ട് ഓഫ് 1 മൈനസ് v സ്ക്വയർ ബൈ സി സ്ക്വയർ. ഇതാണ് ടൈം ഡയലേഷന്റെ നോർമൽ ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഇക്വേഷൻ യൂസ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ പ്രോബ്ലംസ് നമ്മളിവിടെ സോൾവ് ചെയ്യുന്നത്. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. That is, an astronaut travel at a 0.8 to a distance star. The trip take 10 years according to an observer on the earth. A, how much is the time passes for the astronaut during the journey? അതായത് ഒരു ആസ്ട്രോനട്ട് എന്ത് ചെയ്തു, ഒരു ജേർണി സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ, എങ്ങോട്ടത്തേക്ക്, ഒരു ദൂരെയുള്ള ഒരു നക്ഷത്രത്തിലോട്ട് എന്ത് ചെയ്തു, ഒരു ജേർണി സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ അദ്ദേഹത്തിന്റെ സ്പീഡ് എന്ന് പറയുന്നത്, ഇവിടെ എല്ലാത്തിലും സ്പീഡാണ് കാരണം. ഓക്കെ, അല്ലെങ്കിൽ സ്പീഡാണ് ഇവിടുത്തെ എന്താ ഇതിന്റെ ഫാക്ടർ എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഒരു ഡയലേഷൻ വരാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ
ഇതിനുള്ള റീസൺ എന്ന് പറയുന്ന ആരാണ്? നമ്മുടെ അവിടുത്തെ സ്പീഡാണ്. അപ്പോൾ അവിടുത്തെ സ്പീഡ് നമുക്കറിയാം എത്രയാണ്? സ്പീഡ് നമുക്ക് വിയുടെ വാല്യൂ ഉണ്ട്. വിയുടെ വാല്യൂ വി ഈസ് ഈക്വൽ ടു 0.8c ആണ്. ഓക്കെ, 0.8c ആണ് വരുന്നത്. അതേസമയം തന്നെ നമുക്ക് അവിടുത്തെ ടി ഈസ് ഈക്വൽ ടു T0 ഡിവൈഡ് ബൈ റൂട്ട് ഓഫ് 1 മൈനസ് വി സ്ക്വയർ ബൈ സി സ്ക്വയർ ആണ്. ഓക്കെ, വി സ്ക്വയർ ബൈ സി സ്ക്വയർ. അപ്പോൾ നമുക്കിനി എന്ത് ചെയ്യണം? അവിടുത്തെ ഡെൽറ്റ T0 നമുക്ക് ടിയുടെ വാല്യൂ നമുക്ക് ഇവിടെ ഡിറ്റർമിൻ ചെയ്യണം. ഇതാണ് നമ്മുടെ ഡയലേറ്റഡ് ടൈം എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് നമുക്ക് ഡയലേറ്റഡ് ടൈം. ഇത് നമ്മുടെ ആക്ച്വൽ ടൈം ആണ്. അപ്പോൾ നമുക്കിനി ഇതിൽ ഡിറ്റർമിൻ ചെയ്യേണ്ടത്, ഇവിടെ ഇപ്പോൾ എനിക്ക് എന്താ ഉള്ളത്? ദ ട്രിപ്പ് ടേക്സ് 10 ഇയേഴ്സ് അക്കോർഡിംഗ് ടു ദ ഒബ്സർവർ ഓൺ ദ എർത്ത്. അതായത് എർത്തിൽ നിൽക്കുന്ന ഒബ്സർവറിനെ സംബന്ധിച്ച്, ഓക്കെ, എർത്തിൽ നിൽക്കുന്ന ഈ ഒരു ഒബ്സർവറിനെ സംബന്ധിച്ച് ഈ പോകുന്ന ആള്, ഓക്കെ, റോസ്നെറ്റ് അവിടെ റോക്കറ്റിൽ പോവാണ്. അപ്പൊ ഇദ്ദേഹത്തിന്റെ ആ ഒരു യാത്ര എത്ര വർഷം എടുക്കും എന്നാ പറയുന്നത്? ഈ യാത്ര അവിടെ ഏകദേശം 10 ഇയേഴ്സ് എടുക്കും. ഇയാൾ വെച്ച് നോക്കുമ്പോൾ ഇവിടെ 10 ഇയേഴ്സ് എടുക്കും. അപ്പൊ നമുക്ക് ഇവിടുത്തെ ഈ 10 ഇയേഴ്സ് എന്ന് പറയുന്നത് എന്തല്ല? പ്രോപ്പർ ടൈം അല്ല. മനസ്സിലായോ? ഇത് പ്രോപ്പർ ടൈം അല്ല. ഇത് എന്ത് ചെയ്യുന്നതാണ്? ഇതിവിടെ ഡയലേറ്റ് ചെയ്ത സമയമാണ് നമ്മളിവിടെ എഴുതിയിരിക്കുന്നത്. ഓക്കെ, അതായത് ഏതിന്റെ വാല്യൂ? ഈ ഒരു T0 വാല്യൂ ആണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്? ഇവിടെ എഴുതിയിരിക്കുന്നത് എർത്തിന്റെ ഫ്രെയിമിൽ. ഓക്കെ, എർത്തിൻ ഒരു മിനിറ്റ്. ഇപ്പോ ഓക്കെ, അപ്പൊ ഓസ്നെറ്റ് എന്ത് ചെയ്യുന്നു? ഓസ്നെറ്റ് സ്പേസ് ക്രാഫ്റ്റിൽ പോവാണ്. അപ്പൊ അതായത് സ്പീഡ് വന്നിട്ട് 0.8 ആണ്. ഇനി എർത്തിന്റെ ഫ്രെയിമിൽ വെച്ച് നോക്കുമ്പോൾ, ഓക്കെ, ശരിയാണ്, എർത്തിന്റെ ഫ്രെയിമിൽ വെച്ച് നോക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന എന്താ ടിയുടെ വാല്യൂ? ഓക്കെ, ഈ ഒരു വാല്യൂ T0 വാല്യൂ അല്ല, ടിയുടെ വാല്യൂ നമുക്ക് അവിടെ ഇപ്പോൾ നിൽക്കുന്നത്. ഓക്കെ, ടിയുടെ വാല്യൂ എത്രയാണ്? 10 ഇയേഴ്സ് ആണ്. ഓക്കെ, അതായത് അതിന്റെ ആക്ച്വൽ ടൈം അല്ല, എർത്തിന്റെ ഫ്രെയിമിൽ നോക്കുമ്പോൾ. അപ്പൊ അവരുടെ ഫ്രെയിമിൽ നോക്കുന്ന സമയമാണ് നമുക്ക് അതിന്റെ എന്തെന്ന് പറയുന്നത്? പ്രോപ്പർ ടൈം എന്ന് പറയുന്നത്. ടൈം വിത്ത് റെസ്പെക്ട് ടു ദ മൂവിംഗ് ഒബ്ജക്ട്, അത് നമുക്ക് T0 ആണ്. ഓക്കെ, മൂവ് ചെയ്യുന്ന ഒബ്ജക്റ്റിന്റെ ടൈമാണ് നമുക്ക് T0 എന്ന് കിട്ടുന്നത്, അല്ലെങ്കിൽ അതിന്റെ ഫ്രെയിമിൽ നോക്കുന്ന സമയത്തുള്ളതാണ് T0 എന്ന് പറയുന്നത്. അപ്പൊ ഇതിപ്പോ എന്താണ്? ഈ 10 ഇയേഴ്സ് എന്താണ്? ഈ 10 ഇയേഴ്സ് നമ്മുടെ ഒബ്സർവർ നോക്കുന്ന സമയത്തുള്ള, അപ്പൊ ഈ വാല്യൂ നമുക്ക് ടിയുടെ വാല്യൂ ആണ് 10 ഇയേഴ്സ്. അപ്പൊ ടി ഈസ് ഈക്വൽ ടു നമുക്ക് അവിടെ 10 ഇയേഴ്സ് എന്ന് കൊടുക്കാം. ഓക്കെ, 10 ഇയേഴ്സ്. അപ്പൊ നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത് ഹൗ മച്ച് ടൈം പാസസ് ഫോർ ദ അസ്ട്രോനോട്ട് ഡ്യൂറിംഗ് ദ ജേർണി. ഓസ്ട്രോനറ്റിന് എത്ര ടൈം അവിടെ തോന്നും? ഓക്കെ, ഇവിടെ നിൽക്കുന്ന ആൾക്ക് പറഞ്ഞു 10 വർഷം എടുക്കുമെന്ന് പറഞ്ഞു. ഇനി ഓസ്ട്രോനോട്ട് എന്ത് ചെയ്യുന്നു? എത്ര എത്തും എന്ന്, അല്ലെങ്കിൽ എത്ര എടുക്കുമെന്ന് അവിടെ ചോദിക്കുന്നത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? ഇക്വേഷൻ ഒന്ന് റീഅറേഞ്ച് ചെയ്യണം. വേറെ ഒന്നും ചെയ്യേണ്ട. ദാറ്റ് ഈസ് T0 രീതിയിലോട്ട് മാറ്റാം. T0 is equal to T into root of 1 minus V square by C square. Okay, T0 is equal to T into root of 1 minus V square by C square. So substitute ചെയ്യാം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ടിയുടെ വാല്യൂ 10 ഇയേഴ്സ് ആണ്. ഓക്കെ, 10 ഇയേഴ്സ് മീൻസ് അതിന്റെ എന്താണ്? ഡയലേറ്റഡ് ടൈം ആണ്. ആക്ച്വൽ ടൈം അല്ല, ഡയലേറ്റ് ചെയ്യപ്പെട്ട സമയം. എർത്തിൽ നിന്ന് നോക്കുന്നയാൾക്ക് തോന്നുന്ന ഡയലേറ്റ് ചെയ്ത സമയമാണ് 10 ഇയേഴ്സ് എന്ന് പറയുന്നത്. റൂട്ട് ഓഫ് 1 മൈനസ് വി സ്ക്വയർ ബൈ സി സ്ക്വയർ. ഓക്കെ, വി സ്ക്വയർ വാല്യൂ ഉണ്ടല്ലോ 0.8c ആണ്. ഡിവൈഡ് ബൈ സി സ്ക്വയർ വരും. സോ 0.8 സ്ക്വയർ വരും. 0.64 വരും. ഓക്കെ, 1 മൈനസ് 0.64 1.36 വരും. ദാറ്റ് ഈസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് എന്തായിരുന്നേ? 10 ഇൻറ്റു 0.6 സംതിങ് വരും. ഓക്കെ, അപ്പോൾ ഏകദേശം T0 വാല്യൂ എന്ന് പറയുന്നത് അവിടെ 6 ഇയേഴ്സ് ആണ്. ഓക്കെ, എത്രയാണ്? 6 ഇയേഴ്സ്. കാരണം ഇത് ചെയ്യുമ്പോൾ ഇവിടെ സിംപ്ലിഫിക്കേഷനിൽ 10 ഇൻറ്റു 0.6 എന്നാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ടോട്ടലി എത്ര വർഷം എടുക്കും? 6 വർഷം എടുക്കും. എന്തിനു വേണ്ടിയിട്ടാണ്? അവിടെ പോകാനായിട്ട്. ഓക്കെ, പക്ഷെ 6 വർഷം കൊണ്ട് അവരവിടെ പോവും. നമ്മൾ എർത്തിൽ നിൽക്കുന്ന നോക്കുന്നയാൾക്ക് 10 വർഷം എടുക്കും. എർത്തിൽ നിൽക്കുന്നയാൾക്കാണ് സമയം അവിടെ ഡയലേറ്റ് ചെയ്തിട്ട് തോന്നുന്നത്. മനസ്സിലായോ? ഓക്കെ, ഒന്ന് ചിന്തിച്ചെടുക്കണേ അത്, അല്ലെങ്കിൽ നമുക്കത് നമ്മൾ തിരിച്ചെഴുതി വെക്കും. അപ്പൊ ഇക്വേഷനിൽ എന്തെങ്കിലും കൊടുത്താൽ ആൻസർ കിട്ടത്തില്ല. ഓക്കെ, ഇപ്പൊ നമ്മൾ ഇതുപോലെ കൊടുത്താൽ നമുക്ക് കിട്ടത്തില്ല, കാരണം ഇത് എന്താണെന്ന് കാര്യം അവിടെ അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പൊ T0 എന്ന് പറയുന്ന എപ്പോഴും എന്തായിട്ട് എടുക്കുക? പ്രോപ്പർ ടൈം ആണ്. ഓക്കെ, ആ 0 ഉള്ളിടത്ത് എല്ലാം പ്രോപ്പർ ആണെന്ന രീതിയിൽ കൺസിഡർ ചെയ്യുക. പ്രോപ്പർ ടൈം, പ്രോപ്പർ ലെങ്ത്. അപ്പൊ അത് ആ മൂവ് ചെയ്യുന്ന ഒബ്ജക്റ്റിനെ സംബന്ധിച്ച് വരുന്നതാണ് T0 എന്ന് പറയുന്ന വാല്യൂ. ഓക്കെ, ഒന്ന് ക്വസ്റ്റ്യൻ ആയിട്ടുണ്ടല്ലോ. സോ നോക്കുക കേട്ടോ. നെക്സ്റ്റ് സെക്കൻഡ് ക്വസ്റ്റ്യൻ. സെക്കൻഡ് ക്വസ്റ്റ്യനില് muons are unstable particle with a proper lifetime of 2.2 microseconds when at rest. If a muon moves at 0.9c, what is the lifetime of an observed in the laboratory frame? നമ്മൾ നേരത്തെ പ്രോട്ടോണിന്റെ കേസ് പറഞ്ഞ പോലെ. അപ്പോൾ ആക്ച്വലി
നമ്മുടെ ഒരു മ്യൂൺ എന്ന് പറഞ്ഞ പാർട്ടിക്കിൾ. ഓക്കെ. മ്യൂണിക് പാർട്ടിക്കിളിനെ വെച്ചിട്ടാണ് നമ്മൾ ടൈം ഡയലേഷൻ അതിൽ എക്സ്പ്ലെയിൻ ചെയ്തത്. ഓക്കെ. അപ്പൊ അത് നമുക്ക് ഇതിന്റെ ഒരു കാര്യം ഇങ്ങനെ പറയാനുള്ള റീസൺ എന്ന് വെച്ചാൽ, നമ്മൾ ഇതെല്ലാം എലിമെന്ററി പാർട്ടിക്കിളാണ് കൂടുതൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഈ തിയറീസ് എല്ലാം യൂസ് ചെയ്ത് എവിടെയാണ്? നമ്മുടെ എലിമെന്ററി പാർട്ടിക്കിൾ ഫിസിക്സിനകത്താണ് കൂടുതലും യൂസ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഈ മ്യൂൺ പാർട്ടിക്കിളിന്റെയും പ്രോട്ടോണിനെ കുറിച്ചൊക്കെ എക്സാമ്പിൾസ് അവിടെ പറയുന്നത്. കാരണം നമുക്ക് സ്പീഡ് ഓഫ് ലൈറ്റിന് അപ്രോക്സിമേറ്റ് സഞ്ചരിക്കാൻ പറ്റത്തില്ല. പക്ഷേ ഈ മ്യൂണിക് പാർട്ടിക്കിൾസൊക്കെ എന്ത് ചെയ്യാം? അവിടെ സ്പീഡ് ഓഫ് ലൈറ്റിനനുസരിച്ച് പോകാൻ പറ്റും. അപ്പൊ അവരുടെ ഇടയിൽ ഈ ഒരു ലെങ്ത് കോൺട്രാക്ഷൻ, ടൈം ഡയലേഷൻ തുടങ്ങിയ ഫിനോമിനാസ് എല്ലാം എന്താണ് അവിടെ ഒബ്സർവ് ചെയ്യുന്നുണ്ട്. ഓക്കെ. അപ്പൊ നമുക്കവിടെ ഇപ്പൊ എന്താ നോക്കേണ്ടത്? മ്യൂ അവിടെ ഇരിപ്പുണ്ട്. മ്യൂവിന്റെ സ്വന്തമായിട്ട് അതിനെ അറിയാവുന്ന ഉറക്ക സമയം എത്രയാണ്? അല്ല, സോറി, എന്റെ ലൈഫ് ടൈം. ഓക്കെ. റെസ്റ്റിംഗ് ടൈം അല്ല. അവിടെ എന്താ? എന്റെ ലൈഫ് ടൈം. ഓക്കെ. അതായത് ആയുഷ്കാലം അല്ലെങ്കിൽ അതിന്റെ പീരീഡ്. ഓക്കെ. അപ്പൊ എത്ര വരുന്നുണ്ട്? അതിന്റെ അവിടുത്തെ ലൈഫ് ടൈം എന്ന് പറയുന്നത് എത്രയാണ്? 0.22 ആണ്. ഓക്കെ. ഞാൻ ഉറക്ക സമയം എന്ന് പറയുന്നത് റെസ്റ്റിംഗ് ടൈം എന്ന് ഉദ്ദേശിച്ചത്. റെസ്റ്റിംഗ് ടൈം പറഞ്ഞിട്ടില്ല. ഓക്കെ. റെസ്റ്റിംഗ് ടൈം അത് വേറെ പാർട്ടിക്കിൾസിനാണ് വരുന്നത്. ഇതിനില്ല. നമുക്കിപ്പോ ഒരു കൊളിഷനൊക്കെ മുൻപ് നടക്കുന്ന സമയത്ത്, ഒരു കൊളിഷനൊക്കെ ഒക്കർ ചെയ്ത് മുൻപ് ഇരിക്കുന്ന സമയമാണ് റെസ്റ്റിംഗ് ടൈം എന്ന് പറയുന്നത്. ഓക്കെ. ഇപ്പൊ ഇതിൽ നമുക്കിപ്പോ ലൈഫ് ടൈം ഉദ്ദേശിക്കുന്നത്. ഓക്കെ. 2.2 മൈക്രോ സെക്കൻഡ്സ് ആണ് അവിടുത്തെ ലൈഫ് ടൈം എന്ന് പറയുന്നത്. അറ്റ് റെസ്റ്റ്. ഓക്കെ. വെറുതെ ഇരിക്കുന്ന സമയത്ത്. ദെൻ മ്യൂൺസ് എന്ത് ചെയ്യുന്നു? മൂവ് ചെയ്യുന്നു. അപ്പൊ മൂവ് ചെയ്തത് എത്ര സ്പീഡിലാ? മൂവ് ചെയ്ത സ്പീഡ് എന്ന് പറഞ്ഞാൽ അവിടെ 0.98 ആണ്. ഓക്കെ. അപ്പൊ ഇവിടെ ലബോറട്ടറി നിന്ന് ഒരാൾ നോക്കുവാണ് ഇയാളെ. ഓക്കെ. അപ്പൊ ലബോറട്ടറി നിന്ന് ഒബ്സർവ് ചെയ്യുന്ന സമയത്ത് ഇതിനുണ്ടാവുന്ന ലൈഫ് ടൈം എത്രയാണ്? ഓക്കെ. വാട്ട് വിൽ ബി ദ ലൈഫ് ടൈം? ഓക്കെ. അതാണ് നോക്കേണ്ടത്. എന്ത് ചെയ്യാം? എന്തൊക്കെ തന്നിട്ടുണ്ട്? വിയുടെ വാല്യൂ ഉണ്ട്. ഓക്കെ. ഇത് ഒന്നുകിൽ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഫിഗർ വരച്ചൊന്ന് ഐഡന്റിഫൈ ചെയ്തെടുക്കുക. ഇല്ലെങ്കിൽ അവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ ഗിവൺ ഒക്കെ എടുത്ത് എഴുതിയിട്ട് വേണം ചെയ്യാനായിട്ട്. ഓക്കെ. ഇപ്പൊ ഐഡിയ കിട്ടിയില്ലെങ്കിൽ ആദ്യം അതിന്റെ ഫിഗർ ഒന്ന് ജസ്റ്റ് ഇങ്ങനെ വരച്ച് നോക്കിയിട്ട് ചിന്തിച്ചാൽ ഇപ്പോൾ നമുക്കൊരു ഐഡിയ കിട്ടും. ഓക്കെ. അപ്പോൾ അവിടെ നമുക്ക് വിയുടെ വാല്യൂ ഇട്ടു. വിയുടെ വാല്യൂ 0.98 ആണ്. ഓക്കെ. 0.98 ആണ് വിയുടെ വാല്യൂ. ദെൻ ഡെൽറ്റ ടി സീറോ. ഓക്കെ. ഡെൽറ്റ ടി സീറോ. ഡെൽറ്റ ടി സീറോ എത്രയാണ്? ദറ്റ് ഈസ് ഡെൽറ്റ ടി സീറോ മീൻസ് നമ്മുടെ ഇതിലുള്ള ടി സീറോ. ഡെൽറ്റ ടി സീറോ എടുക്കണ്ട. ടി സീറോ എടുത്താൽ മതി. ഓക്കെ. ടി സീറോ. ഞാൻ ഈ ഇക്വേഷൻ ടി സീറോ അല്ലേ? ടി സീറോ. അതായത് അതിന്റെ സ്വന്തമായിട്ടുള്ള സമയം. അതിനറിയാവുന്ന അതിന്റെ സമയം. 2.2 മൈക്രോ സെക്കൻഡ്സ്. ഓക്കെ. മൈക്രോ സെക്കൻഡ്സ്. ദെൻ നെക്സ്റ്റ് സ്റ്റെപ്പ് നമുക്ക് എന്ത് ഡിറ്റർമിൻ ചെയ്യണം? ടിയുടെ വാല്യൂ എടുക്കണം. ടി ഈസ് ഈക്വൽ ടു T0 divided by root of 1 minus v square by c square. Okay, which will be equal to 2.2 divided by 0.199 something വരും. ഓക്കെ. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നിയർലി ഈക്വൽ ടു ഒരു 11.06 മൈക്രോ സെക്കൻഡ്സ് ആണ് വരുന്നത്. ഓക്കെ. അപ്പോൾ അവിടെ ടൈം എന്ത് ചെയ്തു? ഡയലേറ്റ് ചെയ്തു. ഓക്കെ. സമയം അവിടെ നമുക്ക് കൂടി. ഓക്കെ. ടൈം ഡയലേഷൻ സമയം കൂടുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇവിടെ എന്ത് ചെയ്തു? സമയം അവിടെ നമുക്ക് ഡയലേറ്റ് ചെയ്തു. ഓക്കെ. അപ്പോൾ അവിടെ 2.2 ആണ് നമുക്ക് അതിലുണ്ടായിരുന്നത്. പക്ഷെ ഇപ്പോൾ എന്ത് ചെയ്തു? ഇവിടെ നോക്കുന്ന അതിന്റെ ലൈഫ് ടൈം എന്നുള്ളത് ഏകദേശം 11 മൈക്രോ സെക്കൻഡ്സ് ആയിട്ട് അവിടെ ഫീഡ് ചെയ്യും. ഓക്കെ. അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Okay. A spaceship moving at a point 9 relative to Earth, an onboard clock measures 1 hour for a certain event. How much time does the observer on the Earth measure for the same event? അതായത് നമുക്കിപ്പോ ഒരു സ്പേസ്ഷിപ്പ് ഉണ്ട്. സ്പേസ്ഷിപ്പ് എന്ത് ചെയ്യുന്നു? മൂവ് ചെയ്യുവാണ്. എർത്തിനെ വെച്ച് നോക്കുമ്പോൾ ഇത് നമ്മുടെ എർത്തിന്റെ സർഫസ് ആണ്. എർത്തിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഈ സ്പേസ്ഷിപ്പ് ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുക. മൂവ് ചെയ്യുന്ന സ്പീഡ് എത്രയാണ്? 0.9 ആണ്. ഓക്കെ. 0.9 സ്പീഡിലാണ് മൂവ് ചെയ്യുന്നത്. അപ്പൊ ഇതിനകത്തൊരു ക്ലോക്ക് ഉണ്ട്. ആ ക്ലോക്ക് ഒരു ഈവന്റ് നടന്നു. ഓക്കെ. എന്തെങ്കിലും ഒരു കാര്യം നടക്കാൻ വേണ്ടി ഇതിനകത്ത് ആവശ്യമായ സമയം. ഓക്കെ. ക്ലോക്ക് ഉണ്ട്. ഇതിനകത്ത് ആവശ്യമായ സമയം എത്രയാണ്? അവിടെ നമുക്കൊരു 1 അവർ വേണം. ഓക്കെ. ഒരു 1 അവർ അവിടെ വേണം. അപ്പൊ ഈ 1 അവർ എടുത്ത് അവിടെ നടന്നൊരു കാര്യം, ഓക്കെ, അല്ലെങ്കിൽ അതിനകത്ത് 1 അവറിൽ നടന്നൊരു കാര്യം ഇവിടെ താഴെ നിൽക്കുന്ന ഒരാളെ സംബന്ധിച്ച്, ഓക്കെ, അല്ലെങ്കിൽ എർത്തിൽ നിൽക്കുന്ന ഒരു ഒബ്സർവറിനെ സംബന്ധിച്ച് അത് എത്ര ടൈമിലാണ് അവിടെ നടക്കുന്നത്? ഓക്കെ, അതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ. ഈ സ്പേസ്ഷിപ്പ് മൂവിംഗ് അറ്റ് 0.90 റിലേറ്റഡ് ടു എർത്ത് ആൻഡ് ഓൺ ബോർഡ് ക്ലോക്ക് മെഷേഴ്സ് 1 അവർ ഫോർ എ സെർട്ടൻ ഈവന്റ്. ഹൗ മച്ച് ടൈം ആൻ ഒബ്സർവർ ഓൺ ദ എർത്ത് മെഷർ ഫോർ ദ സെയിം ഈവന്റ്? ഓക്കെ. സെയിം ഈവന്റിന് വേണ്ടി എർത്തിൽ നിൽക്കുന്ന ഒബ്സർവറിന് എത്ര അവിടെ ഫീൽ ചെയ്യും? തന്നിലുള്ള ഡാറ്റാസ് ഒക്കെ എടുക്കുക. നമുക്കിപ്പോ എന്തിന്റെ വാല്യൂ ഉണ്ട്? T0 വാല്യൂ ഉണ്ട്. ഓക്കെ. T0 വാല്യൂ നമുക്ക് ഉണ്ട്. അത് എത്രയാണ്? 1 അവർ ആണ്. ഓക്കെ. 1 അവർ ആണ് അവിടുത്തെ സമയം. 1 അവർ നമുക്കുണ്ട്. സോ T is equal to എന്താ കേട്ടോ? T is equal to T0 divided by root of 1 minus v square by c square. ഓക്കെ.
ഈക്വൽ ടു T0 എത്രയാണ് 1 അവർ ആണ് ഡിവൈഡ് ബൈ റൂട്ട് ഓഫ് 1 മൈനസ് വി സ്ക്വയർ പോയിന്റ് 9 സ്ക്വയർ വരും. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു എത്ര കിട്ടും? ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ ഒരു 2.3 അവേഴ്സ് കിട്ടുന്നത്. ഓക്കെ, അവിടെ 1 മണിക്കൂർ നടക്കുന്നത് ഇവിടെ നോക്കുമ്പോൾ ഇവിടെ എന്താണ് 2.3 അവേഴ്സ്. അപ്പോൾ സ്പീഡ് മാറുന്നതനുസരിച്ച് മാറും. ഓക്കെ, സ്പീഡ് മാറുന്നതനുസരിച്ച് എന്ത് ചെയ്യും? അവിടെ വ്യത്യാസം വന്നുകൊണ്ടേയിരിക്കും. ഇതൊക്കെ സിമ്പിൾ ക്വസ്റ്റ്യൻസാ, പക്ഷെ അവിടെ ചിന്തിച്ചെടുക്കണം T0 ഏതാണ്, T ഏതാണ്, അത് മാത്രമേ ഉള്ളൂ കുഴപ്പം. ബാക്കിയുള്ള നമുക്ക് ഡയറക്റ്റ് ആയിട്ട് കിട്ടും. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യം ഒന്ന് കറക്റ്റ് ആയിട്ട് ഫോക്കസ് ചെയ്ത് എടുക്കാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A particle in a lab move at 0.995 c and has a proper lifetime of 1 millisecond. What is the lifetime as observed in the lab frame? How much time does it experience before decaying its own frame? അതായത് ഒരു പാർട്ടിക്കിൾ എന്ത് ചെയ്യുന്നുണ്ട്, ലാബിൽ ഈ ഒരു സ്പീഡിൽ മൂവ് ചെയ്യുന്നു. അപ്പോൾ അതിനൊരു പ്രോപ്പർ ലൈഫ് ടൈം ഉണ്ട്. എത്രയാണ്? 1 മില്ലി സെക്കൻഡ്സ് ആണ്. ഓക്കെ, 1 മില്ലി സെക്കൻഡ്സ് ആണ്. അപ്പോൾ അവിടെ നമുക്ക് ഒന്നാമത്തെ കേസിൽ വേറെ എടുക്കാനില്ല. T0 വാല്യൂ ഉണ്ട്. T0 വാല്യൂ ആണ് 1 മില്ലി സെക്കൻഡ്സ്. അപ്പോൾ എന്ത് മാത്രം ഡിറ്റർമിൻ ചെയ്യാം? ടി ഡിറ്റർമിൻ ചെയ്യാം. ഓക്കെ, ഞാൻ ഇക്വേഷൻ ഇതില്ല, നമ്മൾ വാല്യൂസ് കൊടുക്കുമ്പോൾ വേറെ ഇല്ലല്ലോ, സാധാരണ രീതിയിൽ കൊടുത്താൽ മതി. 1 എന്ന രീതിയിൽ വരും. അവിടുത്തെ ആ ഒരു സ്പീഡിന്റെ വാല്യൂസ് കൂടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ചെയ്ത സമയത്ത് ഇത് നിയർലി ഈക്വൽ നമുക്ക് കിട്ടുന്നത് ഒരു 10 മില്ലി സെക്കൻഡ്സ് ആണ്. ഓക്കെ, എത്രയാണ്? 10 മില്ലി സെക്കൻഡ്സ് കിട്ടും. ഇനി ബിയിൽ എന്താണ് വേണ്ടത്? ബിയിൽ ഹൗ മച്ച് ടൈം ഡസ് ഇറ്റ് എക്സ്പീരിയൻസ് ബിഫോർ ഡീക്കേയിങ് ഇറ്റ്സ് ഓൺ ഫ്രെയിം. ഓക്കെ, അതായത് അതിന്റെ ഫ്രെയിമിൽ നിന്ന് നോക്കുന്ന സമയത്ത് അതിന്റെ ഡികെക്ക് മുമ്പുള്ള സമയം, ഈ ഡികെക്ക് മുമ്പുള്ള സമയമാണ് നമ്മൾ ലൈഫ് ടൈം എന്ന് പറയുന്നത്. ഓക്കെ, നിങ്ങൾ കെമിസ്ട്രിക്കാർക്ക് നമ്മൾ റേഡിയോ ആക്ടിവിറ്റി ലൈഫ് എന്താ സീരീസ് ഒക്കെ പഠിക്കാറുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ ലൈഫ് ടൈം ഓഫ് എ പാർട്ടിക്കിൾ പഠിക്കും. ഓക്കെ, അതായത് ഡികെക്ക് മുൻപേ ഉള്ള സമയമാണ് അതിന്റെ ടോട്ടൽ ലൈഫ് ടൈം എന്നോട് പറയുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് അത് എന്ത് തന്നെയാണ്? ഹൗ മച്ച് ടൈം ഇറ്റ് എക്സ്പീരിയൻസ് ബിഫോർ ഡീക്കേയിങ് ഇറ്റ്സ് ഓൺ ഫ്രെയിം. അത് എത്ര തന്നെയാണ്? T0 വാല്യൂ തന്നെയാണ്, വേറെ ഒരു മാറ്റവും ഇല്ല. ഓക്കെ, കാരണം ഈ വാല്യൂ തന്നെ ഇതാണ് അവിടെ പറയുന്നത്. എന്താണ്? T0 വാല്യൂ തന്നെയാണ് എന്ന് പറയുന്നത്. അവിടെ അതിന്റെ ലൈഫ് ടൈം അല്ലെങ്കിൽ അതിന്റെ ലൈഫ് അല്ലെങ്കിൽ ഡീക്കേ സംഭവിക്കുന്നതിന് മുൻപ് തന്നെ അവിടെ എക്സ്പീരിയൻസ് ചെയ്യുന്ന സമയം എത്ര വരുന്നുണ്ട്? T0 വാല്യൂസ് വരുന്നുണ്ട്. മനസ്സിലായോ? വേറൊന്നുമില്ല, ജസ്റ്റ് എന്ത് ചെയ്യുക? T0 വാല്യൂ അവിടെ എടുക്കാം. ഓക്കെ, അതായത് ഇതിനെടുത്ത് എഴുതണം. എന്താണ് സെൻസ് ചെയ്യാൻ പറ്റുമോ എന്നാണ് നോക്കുന്നത്. നിങ്ങൾക്ക് അണ്ടർസ്റ്റാൻഡ് ആയിട്ടുണ്ടോ എന്ന കാര്യം അവിടെ ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇതിന്റെ ഉത്തരം എന്ത് തന്നെയാണ്? 1 മില്ലി സെക്കൻഡ്സ് തന്നെയാണ്. ഓക്കെ, നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ട്വിൻ പാരഡോക്സ്. A twin astronaut takes a journey to 0.6 c to a planet 6 light years away and then immediately return at the same speed. How much time passes on Earth during the round trip? Okay, how much time does it travel to experience? Okay, അപ്പോൾ ക്വസ്റ്റ്യൻ എന്താണ് പറയുന്നത്? ക്വസ്റ്റ്യനിൽ ഇപ്പോൾ ഒരു ട്വിൻ പാരഡോക്സുമായി റിലേറ്റ് ചെയ്ത് ടൈം ഡയലേഷൻ ആപ്ലിക്കേഷൻ ആണ് ട്വിൻ പാരഡോക്സ്. അപ്പോൾ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് വന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഒരു ഓസ്ട്രോനോട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? അവിടെ ഒരു ജേർണി നടക്കുവാണ്. 0.6 c ആ സ്പീഡിലാണ് ജേർണി നടക്കുന്നത്. അപ്പൊ അതില് ഒരു പ്ലാനറ്റില് 6 ലൈറ്റ് ഇയേഴ്സ് അവേ ആണ്. പെട്ടെന്ന് തന്നെ ഇത് തിരിച്ചു വരികയും ചെയ്തു. ഓക്കെ, അപ്പൊ അവിടെ ആദ്യം നമുക്ക് എന്ത് ചെയ്യണം? ഓസ്ട്രോനോട്ട് ഇവിടെ നിന്ന് ജേർണിക്ക് പോയില്ലേ? അപ്പൊ പോയ സമയത്ത് അവരുടെ ഡിസ്റ്റൻസ് എത്രയാണ്? ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇറ്റ് വിൽ ബി 6 ലൈറ്റ് ഇയേഴ്സ്. ഓക്കെ, അവിടുത്തെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഏകദേശം എന്ത് വരും? 6 ലൈറ്റ് ഇയേഴ്സ് വരും. ഓക്കെ, 6 ലൈറ്റ് ഇയേഴ്സ് ആണ് അതിന്റെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. അതിന് സ്പീഡ് പറയുന്നുണ്ട്. സ്പീഡ് എത്രയാണ്? സ്പീഡ് വിൽ ബി 0.6 c. ഓക്കെ, 0.6 c ആണ് സ്പീഡ്. അപ്പൊ അവിടെ ഇതൊരു കാര്യം ചിന്തിച്ചു നോക്കണം. നമുക്ക് അവിടെ ടോട്ടലി ചോദിക്കുന്നത് ഹൗ മച്ച് ടൈം. ഓക്കെ, ഹൗ മച്ച് ടൈം ഇറ്റ് വിൽ ടേക്സ്. ഓക്കെ, ഹൗ മച്ച് ടൈം പാസ് ഡ്യൂറിങ് ദ റൗണ്ട് ട്രിപ്പ്. അതായത് നമ്മളിപ്പോ വേറെ ഒന്നും ചിന്തിക്കണ്ട. നമുക്ക് എർത്തിൽ നിന്ന് നോക്കുന്ന സമയത്ത്, ഓക്കെ, എർത്തിൽ നിന്ന് നോക്കുമ്പോൾ ഉള്ള ആ ഒരു സ്പീഡാണ് ഞാൻ 0.6 c എന്ന് പറഞ്ഞത്. അപ്പൊ അവിടെ കംപ്ലീറ്റ്ലി എത്ര സമയം എടുക്കുന്നു എന്ന് നമ്മൾ ചെക്ക് ചെയ്യണം. ഓക്കെ, കംപ്ലീറ്റ്ലി എത്ര സമയം എടുക്കുന്നു? ഓക്കെ, എന്ത് ചെയ്തു ഇവിടെ എത്താനായിട്ട് എന്ന കാര്യം നമ്മൾ എന്ത് ചെയ്യണം? ജസ്റ്റ് ഒന്ന് അവിടെ നോക്കണം. അപ്പൊ അവിടെ നമുക്ക് ട്രാവൽ ചെയ്യേണ്ടത് 6 ലൈറ്റ് ഇയേഴ്സ് പോകണം. സ്പീഡ് എത്രയാണ്? 0.6 ആണ്. അപ്പൊ സ്പീഡ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം. ഓക്കെ, ഡിസ്റ്റൻസ് ബൈ ടൈം ആണ്. അപ്പൊ ഇതിലൂടെ നമുക്ക് എന്തറിയത്തില്ല, നമുക്ക് എന്താ ടൈം ആവശ്യം. നമുക്ക് ടൈം ഡയലേഷൻ ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ നമുക്ക് ടൈം ഡയലേഷൻ നമുക്ക് അവിടെ വേണം. അപ്പൊ ഞാൻ ഒന്നുകൂടി പറഞ്ഞുതരാം. നമ്മുടെ ഒരു ഓസ്ട്രോനോട്ട് എന്ത് ചെയ്തു? ഒരിടത്തു നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഒരു പ്ലാനറ്റിൽ പോയിട്ട് അവിടെ നിന്ന് തിരിച്ചും വന്നു. മനസ്സിലായോ? അപ്പോൾ ഇതാണ് നമ്മുടെ പ്ലാനറ്റ്. ഓക്കെ, നമ്മളൊരു പ്ലാനറ്റ് വരയ്ക്കാൻ പോകുന്നു.
ഇത് നമ്മുടെ പ്ലാനറ്റാ. ഓക്കെ. അപ്പോൾ ഇവിടുന്ന് ജേർണി സ്റ്റാർട്ട് ചെയ്തു. ഇത് നമ്മുടെ എർത്തിന്റെ സർഫസ് ആണെന്ന് വെച്ചോളൂ. ഓക്കെ. ഈ വരയ്ക്കുന്നത് നമ്മുടെ എർത്താ. ഓക്കെ. ഇത് നമ്മുടെ എർത്ത്. അപ്പൊ ഇവിടുന്ന് ജേർണി സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ. റോക്കറ്റിൽ കയറി ഇവരെന്ത് ചെയ്തു? നേരെ ഈ പ്ലാനറ്റിൽ പോയി. പോയ സ്പീഡ് എത്രയാണ്? 0.6 ഓക്കെ. 0.6 അവിടെ പോയി ഇറങ്ങിയ ശേഷം നേരെ അതുപോലെ തിരിച്ച് എന്ത് ചെയ്തു? ഇവിടെ നമ്മുടെ തിരിച്ച് എർത്തിൽ വന്നു. ഓക്കെ. ഇത് പോയത്, ഇത് വന്നത്. 2 സ്പീഡ് എത്ര തന്നെയാണ്? സെയിം തന്നെയാണ്. ഓക്കെ. അപ്പോൾ ഒരു സൈഡ് പോവാൻ വേണ്ടി ഒരു സൈഡ് പോവാൻ വേണ്ടി അവിടെ എന്ത് ചെയ്യണം? ആ വൺ വേ ട്രാവൽ ചെയ്യാൻ വേണ്ടി അവർക്കിവിടെ 6 ലൈറ്റ് ഇയേഴ്സ് പോണം. ഓക്കെ. ലൈറ്റ് ഇയേഴ്സ് അവിടെ സഞ്ചരിക്കണം. എന്നാൽ മാത്രമേ അവിടെ എത്താൻ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ ടൈം ആണ് ആദ്യം കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ. എന്ത് ചെയ്യണം? ടൈം നമുക്കിവിടെ കാൽക്കുലേറ്റ് ചെയ്യണം. ടൈം കാൽക്കുലേറ്റ് ചെയ്തിട്ട് നമുക്ക് ഇവിടുത്തെ ഈ ക്വസ്റ്റ്യൻ നമുക്കിവിടെ ആൻസർ ചെയ്യാം. ഓക്കെ. ഹൗ മച്ച് ടൈം പാസ്. അപ്പൊ അതിനാണ് ഞാൻ സ്പീഡ് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം എന്ന ഇക്വേഷൻ അവിടെ കൊണ്ടുവന്നത്. അപ്പൊ അവിടെ നമുക്ക് ടൈം എടുക്കാം. ടൈം ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ സ്പീഡ്. ഓക്കെ. ഡിസ്റ്റൻസ് ബൈ സ്പീഡ്. അപ്പൊ ഇവിടുത്തെ ഡിസ്റ്റൻസ് നമുക്കുണ്ട്. എത്രയാണ്? നമുക്കവിടെ 6 ലൈറ്റ് ഇയേഴ്സ് ആണ് പോയിരിക്കുന്നത്. ഒരു വാക്ക് 6 ലൈറ്റ് ഇയേഴ്സ് പോയി. അപ്പൊ നമുക്കവിടെ 6 ബൈ എന്ത് ചെയ്യാം? അവിടുത്തെ സ്പീഡ് എത്രയാണ്? സ്പീഡ് ഈസ് ഈക്വൽ ടു 0.6 ആണ്. അപ്പൊ 6/0.6 നമുക്കിവിടെ 10 എന്ന് കിട്ടും. ഓക്കെ. എത്രയാണ്? 10 എന്ന് വരും. സോ 6/6 10 എന്ന് കിട്ടി. അപ്പൊ ഇതെന്താണ്? ഈ 10 എന്ന് പറയുന്നത് ഇത് 10 ഇയേഴ്സ് ആണ്. ഓക്കെ. 10 ഇയേഴ്സ് ആണ് എന്ത് ചെയ്തത്? അവിടെ പോകുന്ന സമയം എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ 10 ഇയേഴ്സ് അവിടെ പോയി ആ സമയത്തില്. ഇനി ഇത് 10 ഇയേഴ്സ് എന്ന് വെച്ചാൽ ഒരു വാക്ക് പോവാൻ എടുത്ത ദൂരമാണ് നമ്മുടെ 10 ഇയേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ. 10 വർഷം എടുത്ത് എപ്പോഴാണ് അവിടെ ഒരു വാക്ക് പോവാൻ വേണ്ടിയാണ് 10 ഇയേഴ്സ് അവിടെ എടുത്തത്. അതേസമയം തിരിച്ചും വരണമല്ലോ. ഓക്കെ. പോയാൽ മാത്രം പോരാ, തിരിച്ചു വന്നു എന്നും പറയുന്നുണ്ട്. ഇമ്മീഡിയറ്റ്ലി റിട്ടേൺസ് ടു ദ സെയിം സ്പീഡ്. ഓക്കെ. സെയിം സ്പീഡിൽ തന്നെ തിരിച്ചു വന്നു. അപ്പോൾ ഒരു വാക്ക് പോവാൻ വേണ്ടി നമുക്ക് 10 ഇയേഴ്സ് എടുത്തുവെങ്കിൽ ഓക്കെ. അവിടുത്തെ ടൈം എന്ന് പറയുന്നത് ഇത് ചിന്തിക്കുക. ഈ 10 ഇയേഴ്സ് ഇത് ലൈറ്റ് ഇയേഴ്സ് ഡിസ്റ്റൻസിന്റെ ടേം ആണ്. ഇത് 10 ഇയേഴ്സ് ടൈമിന്റെ ടേംസ് ആണ്. നമുക്ക് വേണമെങ്കിൽ അതിനെ അവേഴ്സിലോട്ട് മാറ്റി മിനിറ്റിലോട്ട് മാറ്റിയിട്ട് മാറ്റാൻ പറ്റും. നമുക്കിപ്പോൾ അത് വേണ്ട. അത് ഞാൻ ഇയേഴ്സ് ഇട്ടിക്കാം. കൺഫ്യൂഷൻ ആക്കല്ലേ. 10 ഇയേഴ്സ് ആണ്. ഓക്കെ. അപ്പൊ തിരിച്ചു വരാനും എന്ത് ചെയ്തു? ഇതുപോലെ 10 ഇയേഴ്സ് എടുത്തില്ലേ? കാരണം സെയിം സ്പീഡ് സെയിം ഡിസ്റ്റൻസ്. അപ്പൊ അവിടെ എന്ത് ചെയ്യും? ഒരു 10 വർഷം അവിടെ തിരിച്ചു വരാനും എടുത്തു. ഓക്കെ. അപ്പൊ 10 ഇയേഴ്സ് അങ്ങോട്ട് പോയി, 10 ഇയേഴ്സ് തിരിച്ചു വന്നു. ഓക്കെ. അപ്പോൾ ടോട്ടലി ഇവർ സഞ്ചരിച്ച ദൂരം എത്രയാണ്? അത് ടോട്ടൽ സഞ്ചരിച്ച ദൂരമല്ല, ടോട്ടലി ഇവർക്ക് എടുത്ത സമയം എത്രയാണ്? 10 + 10 20 ഇയേഴ്സ് എടുത്തു. മനസ്സിലായോ? 20 ഇയേഴ്സ് ആണ് അവരവിടെ എടുത്തത്. അപ്പോൾ ടോട്ടലി വന്ന സമയം എന്ന് പറയുന്നത് ഓക്കെ. ടി എന്ന് പറയുന്നത് എത്രയാണ്? ഈസ് ഈക്വൽ ടു 20 ഇയേഴ്സ്. അപ്പൊ എർത്തിൽ നിന്ന് നോക്കിയ ഒരാളെ സംബന്ധിച്ച് ഇവരവിടെ 20 വർഷം എന്ത് ചെയ്തു? അവിടെ ട്രാവൽ ചെയ്തു. മനസ്സിലായോ? 20 വർഷം 10 വർഷം അങ്ങോട്ട് പോകാൻ എടുത്തു, 10 വർഷം തിരിച്ചു വരാൻ എടുത്തു. മനസ്സിലായല്ലോ? അപ്പൊ അതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ ഇത് നിങ്ങൾക്ക് ഇത്രയും ഞാൻ നോക്കിയതിൽ അത്യാവശ്യം കുറച്ച് ചിന്തിക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഈ ഒരു ക്വസ്റ്റ്യൻ ആണ്. കാരണം അവിടെ പ്രത്യേകിച്ച് ആ ഒരു കണ്ടീഷൻസ് അവിടെ പറയുന്നുണ്ട്. എങ്ങനെയാണ് നമുക്ക് ആ ഒരു എന്താ ടൈം ഡിറ്റർമിൻ ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ നമ്മൾ മുൻപ് പഠിച്ച ഇക്വേഷൻസ് കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇതാണ് നമ്മൾ പറയുന്നത്. നമുക്കിപ്പോൾ ഫിസിക്സ് കെമിസ്ട്രി പഠിക്കുമ്പോൾ നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചതൊന്നും അവിടെ നമ്മൾ സ്കിപ്പ് ചെയ്യല്ലേ. ഓക്കെ. കാരണം അത് നമ്മൾ റിവേഴ്സ് ചെയ്തുകൊണ്ടിരിക്കണം. എന്നാൽ നമുക്ക് ഡിഗ്രി PG തുടങ്ങിയ ക്ലാസ് നമുക്ക് ഇവിടെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം അതിന്റെ കണ്ടിന്യൂഷൻ നമുക്ക് വേണ്ടി. സോ നമുക്ക് ഈ ഒരു ഇക്വേഷൻ അറിഞ്ഞുകൂടായെങ്കിൽ നമ്മൾ ഇവിടെ എക്സാമിനേഷൻ വെച്ചുകൊണ്ടിരിക്കേണ്ടി വരും. എക്സാമിനേഷന് ചോദിച്ചുകൂടാ എന്നൊന്നും നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. കാരണം ഇതൊക്കെ ഇതിന്റെ ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ. വെറൈറ്റി ക്വസ്റ്റ്യൻസ് ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് അവിടെ ചോദിക്കും. ഓക്കെ. അപ്പോൾ അറ്റൻഡ് ചെയ്യണമെങ്കിൽ നമ്മൾ ആ ഒരു സെൻസിൽ ഒന്ന് ചിന്തിച്ചു നോക്കണം. എന്തൊക്കെയാണ് നടക്കുന്നത്. ഓക്കെ. അപ്പോൾ 10 വർഷം അങ്ങോട്ട് പോകാൻ എടുത്തു, 10 വർഷം തിരിച്ചു വരാൻ എടുത്തു. അപ്പൊ ആ ഒരു ബേസിസ് എന്ത് ചെയ്യണം? എപ്പോഴും നമുക്ക് അവിടെ ഉണ്ടാവണം. ഓക്കെ. അപ്പോൾ എ പാർട്ട് ആയിട്ടുണ്ട്. എ പാർട്ട് നമുക്ക് അവിടെ കിട്ടി. ഹൗ മച്ച് ടൈം പാസ് ഓൺ എർത്ത് ഡ്യൂറിംഗ് ദ റൗണ്ട് ട്രിപ്പ്. എർത്തിൽ നോക്കിയ ഒരാളെ സംബന്ധിച്ച് ഇവിടെ എത്ര ദൂരമാണ് ഇവര് അല്ലെങ്കിൽ എത്ര സമയമാണ് അവിടെ എടുത്തത്? 20 ഇയേഴ്സ് അവിടെ എടുത്തു. ഇനി അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഹൗ മച്ച് ടൈം ഡസ് ദ ട്രാവലിംഗ് ട്വിൻ എക്സ്പീരിയൻസ്. ഓക്കെ. അതായത് ആ സ്പേസ് ഷിപ്പിൽ ഇരുന്ന ആളെ സംബന്ധിച്ച് ട്രാവലിംഗ് ട്വിൻ എന്ന് വെച്ചാൽ നമ്മുടെ ഇരട്ടയിൽ ഒരാളെ നമ്മൾ എന്ത് ചെയ്യും? അങ്ങോട്ട് സെൻഡ് ചെയ്യും. അപ്പൊ അദ്ദേഹത്തെ സംബന്ധിച്ച് അവിടെ എത്ര വർഷം എക്സ്പീരിയൻസ് ചെയ്തു? ഓക്കെ. എത്ര വർഷമാണ് അദ്ദേഹത്തെ അവിടെ ഫീൽ ചെയ്യുന്നത്? അപ്പൊ അത് മീൻസ് എന്താ ഡിറ്റർമിൻ ചെയ്യേണ്ടത്? ദാറ്റ് ഇസ് വി ഹാവ് ടു ഫൈൻഡ് ദ പ്രോപ്പർ വാല്യൂ. ഓക്കെ. നമുക്കിവിടെ പ്രോപ്പർ ടൈം ആണ് ഡിറ്റർമിൻ ചെയ്യേണ്ടത്. T0 വാല്യൂ. ഓക്കെ. T0 വാല്യൂ ഡിറ്റർമിൻ ചെയ്യണം. സോ നമ്മുടെ നേരത്തെ ഇക്വേഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ. T0 ഈസ് ഈക്വൽ ടു T ഇൻറ്റു റൂട്ട് ഓഫ് 1 - v² / c². ഓക്കെ. അപ്പോൾ നമുക്ക് T0 വാല്യൂ കിട്ടും. ഇത് എന്ത് ചെയ്യാം? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, സിംപ്ലിഫൈ ചെയ്യാം. ഓക്കെ. T0 നമുക്ക് ഏകദേശം കിട്ടുന്നത് 16 ഇയേഴ്സ് ആണ്. ഓക്കെ. 16 ഇയേഴ്സ്. അപ്പൊ ഇതാണ് നമ്മുടെ എന്ന് പറയുന്നത് ആ ഒരു ട്വിൻ പാരഡോക്സ് എന്ന് പറയുന്നത്. കാരണം എർത്തിൽ നിന്ന് ആൾ കൂടുതൽ അവിടെ ഏജ്ഡ് ആയി. കാരണം 20 വർഷം മാറിയില്ലേ. ഓക്കെ. ഇപ്പൊ നമുക്ക് വയസ്സ് ഇപ്പൊ 20 ആണെങ്കിൽ പോയ സമയത്ത് 20 ആണെങ്കിൽ തിരിച്ചു വരുന്ന സമയത്ത് ഈ എർത്തിൽ നിൽക്കുന്ന ആളുടെ വയസ്സ് എത്രയായി? 40 വയസ്സായി മാറി. ഓക്കെ. ഇപ്പൊ 20 വയസ്സുള്ള ഒരാളാണ് പോയത്. രണ്ടുപേരും ട്വിൻസ് ആണ്. രണ്ടുപേർക്കും 20 വയസ്സുണ്ടായിരുന്നു. അപ്പോൾ 20 വയസ്സുള്ള ഒരാൾ എന്ത് ചെയ്തു? ഇങ്ങനെ സ്പേസിൽ പോയിട്ട് തിരിച്ചു വന്നു.
അപ്പോൾ ഒരാൾ ഇവിടെ നിൽക്കുവാണ്. അപ്പോൾ ഇത് സംബന്ധിച്ച് നോക്കുമ്പോൾ ഇയാളുടെ വയസ്സ് എത്രയായിട്ട് മാറി? ഇയാൾക്ക് അവിടെ ഇപ്പോഴും എത്രയാണ്? ഇവിടെ നിൽക്കുന്ന ആൾക്ക് 20 വയസ്സുള്ളപ്പോഴാണ് ഇവർ പോകുന്നത്. ഈ ജേർണി സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ പോയിട്ട് തിരിച്ചെത്തി. ഓക്കെ, ഈ നിൽക്കുന്ന ആൾ എന്ത് ചെയ്തു? തിരിച്ചിവിടെ വന്നു. അപ്പോൾ തിരിച്ചു വന്നപ്പോൾ ഇദ്ദേഹത്തിന്റെ വയസ്സ് 20ന്റെ കൂടെ എന്ത് കൂട്ടിയാൽ മതി? 16 കൂട്ടിയാൽ മതി. അപ്പോൾ അവിടെ 36 വയസ്സാണ്. ഓക്കെ, 36 വയസ്സ്. അതേസമയം ഇവിടെ നിൽക്കുന്ന ആളുടെ വയസ്സ് എത്രയാണ്? ഈ 20 വയസ്സിന്റെ കൂടെ നമ്മൾ എന്തുകൂടി കൂട്ടേണ്ടി വരും? 20 വയസ്സ് കൂടി കൂട്ടേണ്ടി വരും. അപ്പോൾ അത് 40 വയസ്സായിട്ട് മാറി. അത് ഈ ഒരു സ്പീഡിൽ സഞ്ചരിച്ചതുകൊണ്ട്. ഇനി സ്പീഡ് മാറുന്നതനുസരിച്ച് ഇതുപോലെ ടൈമിൽ വ്യത്യാസം വരാം. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ട്വിൻ പാരഡോക്സ് എന്ന് പറയുന്നത്. ഓക്കെ ആണോ? സോ ദിസ് കോൺസെപ്റ്റ് ഈസ് കോൾഡ് ആസ് ദ ട്വിൻ പാരഡോക്സ്. അപ്പൊ ട്വിൻ പാരഡോക്സിന്റെ ഒരു എവിഡൻസ് നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായില്ലേ എങ്ങനെ വർക്ക് ചെയ്തതെന്ന്? ഓക്കെ, ഇതാണ് എർത്തിൽ നിൽക്കുന്ന ആൾ 40 വയസ്സും പോയിട്ട് വന്ന ആൾക്ക് എത്രയായിട്ടുണ്ട്? 36 വയസ്സേ അവിടെ വന്നിട്ടുള്ളൂ. ഞാനിപ്പോൾ പറഞ്ഞിട്ട് എക്സാമ്പിൾ അനുസരിച്ചിട്ടാണെങ്കിൽ. ഇപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ സ്പീഡൊക്കെ ഒന്ന് മാറ്റിയൊക്കെ ചെയ്ത് നോക്കാം. ഈ പ്രോബ്ലംസിന് സ്പീഡൊക്കെ മാറ്റി ചെയ്ത് നോക്കാം. എത്ര വയസ്സ് വ്യത്യാസം വരുന്നു എന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? ജസ്റ്റ് നിങ്ങൾക്ക് അവിടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പൊ ഇതാണ് നമ്മുടെ ലെങ്ത് കോൺട്രാക്ഷനും ടൈം ഡയലേഷനും ഒക്കെ ആയിട്ട് റിലേറ്റ് ചെയ്ത് ചോദിക്കുന്ന പ്രോബ്ലംസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ രണ്ട് സെക്ഷൻസ് നമ്മൾ ഇന്നത്തെ ഈ ഒരു സെക്ഷൻ ഇപ്പോൾ ഡിസ്കസ് ചെയ്ത് ഫസ്റ്റ് വൺ ലെങ്ത് കോൺട്രാക്ഷൻ ബേസ് ചെയ്തിട്ടും സെക്കൻഡ് വൺ നമ്മുടെ ടൈം ഡയലേഷൻ ബേസ് ചെയ്തിട്ടും. അപ്പോൾ രണ്ട് ക്വസ്റ്റ്യൻസ് കറക്റ്റ് ആയിട്ട് പഠിക്കാം. ഓക്കെ, രണ്ട് സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് പഠിക്കാം. ഞാൻ അത് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് PDF ആയിട്ട് സെൻഡ് ചെയ്ത് തരാം. ഓക്കെ.